എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു നവരാത്രിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യതീശയുടെ ദശമഹാവിദ്യയും നവദുർഗയും എന്ന ഉപാസനാക്രമത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ദിവസമായ പ്രഥമയിൽ അല്ലെങ്കിൽ പ്രതിപദയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ദശമഹാവിദ്യയും ഓരോ ദിവസങ്ങളിലായിട്ടാണ് ആരാധിക്കുക. അതുപോലെ തന്നെ ഓരോ നവദുർഗാ ചൈതന്യത്തെയും അതാത് ദിവസങ്ങളിലും നമ്മൾ ആരാധിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ദശമഹാവിദ്യയ്ക്കും നവദുർഗയ്ക്കും ഇത്രയും അധികം പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം ഈശ്വരൻ്റെ അംശമാണ് നമ്മളെല്ലാവരും. ആ ഈശ്വരീയമായ ചൈതന്യം നമ്മളിൽ വിളങ്ങുന്നത് പരബ്രഹ്മ സ്വരൂപമായിട്ടാണ്. എന്നാൽ ഈ പരബ്രഹ്മ സ്വരൂപം രൂപരഹിതവും ആകാരരഹിതവുമാണ്. അതേസമയം മായ എന്നത് വിവിധ രൂപങ്ങളും ഗുണങ്ങളുമുള്ള ശക്തി അല്ലെങ്കിൽ ഊർജമാണ്. മായയെ പോലെ ദേവി മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു. ബ്രഹ്മം എല്ലാ ജീവജാലങ്ങളിലും അസ്തിത്വങ്ങളിലും വസിക്കുകയും അവയിലൂടെ അത് വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചോ മുൻകാല കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചോ പ്രവർത്തിക്കാൻ അവൾ ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ അസ്തിത്വത്തെ അനുവദിക്കും. ഇപ്പോൾ പ്രാരാബ്ധ കർമ്മങ്ങളെയോ വിധിയെയോ ആശ്രയിച്ച് അവരെ നല്ലതും ചീത്തയുമായ പാതകളിൽ അത് നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ശക്തി അല്ലെങ്കിൽ ഊർജം എല്ലാ രൂപങ്ങളുടെയും അടിസ്ഥാനമായ ഘടകമാണ്. ശക്തിയുടെ ഘടകം തന്നെ ശക്തി, അതായത് പരാശക്തിയുടെ ഘടകം തന്നെ ശക്തിയാണ്. അപ്പം നമ്മൾക്കറിയാലോ, ഒരു ആൽമരത്തെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആൽമരത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്ക് എത്ര തന്നെ ആളുകൾ വിവരിച്ച് തന്നാലും നമ്മൾക്ക് അതിനെ, ആ ഒരു വസ്തുവിനെ കണ്ടാൽ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ശക്തിയും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമ്മൾക്ക് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പരാശക്തിയുടെ അല്ലെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ മൂലകങ്ങൾ മൂലമുണ്ടാകുന്ന സൃഷ്ടി, പരിപാലനം, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സംഹാരമായ പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ശക്തിയുടെ യഥാർത്ഥ അല്ലെങ്കിൽ ഈ ഈശ്വരിയുടെ അല്ലെങ്കിൽ പരാശക്തിയുടെ യഥാർത്ഥ ശക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ വേരുകളിൽ അവളെ പരബ്രഹ്മമായി നമ്മൾ കണക്കാക്കിയാൽ തന്നെ അവൾ അത് മുഴുവൻ പ്രപഞ്ചമാണെങ്കിൽ അതിൻ്റെ ശാഖകളിൽ പുഷ്പമായി നമ്മൾ കാണുന്നത് മായയാണ്. അതായത് ഒരു വൃക്ഷത്തെ നമ്മൾ ഈ പറയുന്ന ഈശ്വര സങ്കല്പത്തിലേക്ക് എടുത്തു നോക്കിയാൽ അതിൻ്റെ വേരുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ പരബ്രഹ്മമായിട്ട്, പരബ്രഹ്മ ചൈതന്യമായിട്ട് നമ്മൾ കണക്കാക്കുക. കാരണം വേര് ഒരിക്കലും ദൃശ്യമല്ല, അല്ലേ? വൃക്ഷങ്ങളുടെ വേര് നമ്മൾക്ക് പുറമേ കാണാൻ സാധിക്കില്ല. പക്ഷെ ആ വേരുള്ളത് കൊണ്ടാണ് അതിൻ്റെ ശാഖകളിൽ പുഷ്പങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ മുഴുവൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ആ വൃക്ഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ വേരുകളിലാണ് അതിൻ്റെ സത്ത ഇരിക്കുന്നത്. അതിൻ്റെ ശാഖകളിൽ പുഷ്പമായി കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന മായ. ഇപ്പം പരബ്രഹ്മം വേരാണെങ്കിൽ പുഷ്പം മായയാണ്. പിന്നെ അതേ വൃക്ഷത്തിൻ്റെ ആ തളിരിട്ട് അത് പൂത്ത് ഇനി കായായി മാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി മാറുമ്പോൾ അവൾ മുക്തി അല്ലെങ്കിൽ മോചനം എന്ന അവസ്ഥയാണ്. അതെന്താണ് പറയാൻ കാരണം? ആദ്യം സൃഷ്ടി നിർവഹിക്കുന്നു, അത് നമ്മൾ വേരാണെന്ന് മനസ്സിലാക്കിയാൽ ആ വൃക്ഷത്തിൻ്റെ പിന്നീടുള്ള പുഷ്പിക്കലും കായ്ക്കലും അത് ആണ് മായ. ആ മായയ്ക്കൊടുവിൽ ഈ ഫലമായി മാറിയാൽ, ആ ഫലം പഴുത്ത് അതിൻ്റെ യഥാർത്ഥ മൂപ്പെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് മോചനമാണ്. അതാണ് സംഹാരം. ഇപ്പോൾ ബ്രഹ്മത്തിൽ ശിവൻ്റെയും ശക്തിയുടെയും മൂലകങ്ങൾ അവ്യക്ത രൂപത്തിലാണ് ഉള്ളത്. അതായത് ഈശ്വരനും ഈശ്വരിയും ഇരിക്കുന്നത് ഈ പറയുന്ന പോലെ അവ്യക്തമായിട്ടാണ്. നേരെ മറിച്ച് അതേപോലെ തന്നെയാണ് ലക്ഷ്മിയും നാരായണനും ഉമാമഹേശ്വരനും സീതയും രാമനും രാധയും കൃഷ്ണനും ഒക്കെ അതിൻ്റെ പ്രകടമായ രൂപങ്ങളാണ്. അതായത് പരമേശ്വരനും പരമേശ്വരിയും യഥാർത്ഥ ശിവനും ശക്തി ഇരിക്കുന്നത് അവ്യക്തമായിട്ടാണെങ്കിൽ ആ അവ്യക്തമായതിൻ്റെ നമ്മൾ ഈ പറയുന്ന പോലെ പ്രപഞ്ചത്തിലെ ആ വൃക്ഷത്തിൻ്റെ പുഷ്പം പോലെ പ്രപഞ്ചത്തിൽ പ്രകടമാവുന്നതാണ് നമ്മൾ ഈ പറയുന്ന അവതാരങ്ങളൊക്കെ. നാരായണായാലും ലക്ഷ്മി ആയാലും ഉമയും മഹേശ്വരനും സീതയും രാമനും രാധയും കൃഷ്ണനും ഒക്കെ ഈ പരാശക്തിയുടെ വ്യത്യസ്ത പ്രകടമായ രൂപങ്ങളാണ്. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളാണെങ്കിലും അവർ വേർതിരിക്കാനാവാത്ത സത്തയായിട്ടാണ് കാണുക. ശിവനെയും ശക്തിയെയും ഒന്നായി ആരാധിക്കുന്നു. അതുപോലെ ശ്രുതിയും സ്മൃതിയും ബ്രഹ്മത്തെ പുരുഷതത്വമായും അല്ലെങ്കിൽ
മായ അല്ലെങ്കിൽ പ്രകൃതിയെ സ്ത്രീ തത്വമായിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞത് ശിവനെയും ശക്തിയെയും ഒന്നായിട്ടാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ഏതെന്താണ് ആ ഒന്നായ സത്ത എന്ന് ചോദിച്ചാൽ നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത് ബ്രഹ്മത്തെ പുരുഷതത്വമായും മായ അല്ലെങ്കിൽ പ്രകൃതിയെ സ്ത്രീ തത്വമായും കണക്കാക്കുന്നു. അപ്പം വൃക്ഷത്തെ എടുത്താൽ അതിൻ്റെ വേരാണ് പുരുഷതത്വം, അതിൻ്റെ പുഷ്പവും കായ്കളും അതിൻ്റെ സ്ത്രീതത്വമാണ് അല്ലെങ്കിൽ ശക്തിതത്വമാണ്. അപ്പോൾ ഇങ്ങനെ തന്ത്രം ഇതേ തത്വങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ശിവനും ശക്തിയെയും. അപ്പോൾ ഇതാണ് ആദിമവും ശാശ്വതവുമായ മഹാവിദ്യാ തത്വം. അപ്പോൾ എന്താണ് ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ, ദശമഹാവിദ്യ നിങ്ങളും എന്നിലും ഉള്ള ഈ രണ്ട് അസ്തിത്വങ്ങളുണ്ട്, പുരുഷനും പ്രകൃതിയും. അപ്പോൾ എന്നിലെ ശിവനാണ് എന്നിലെ ചിന്താമണ്ഡലം, ബോധമണ്ഡലം. ആ ബോധമണ്ഡലത്തെ ഞാൻ കാണുന്നത്, എൻ്റെ ജീവിതമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിലൂടെയും ഈ ശരീരത്തിനെ നയിക്കുന്നത് ചൈതന്യങ്ങളും, ആ ചൈതന്യങ്ങളാണ് ശക്തി. അപ്പോൾ ബോധമണ്ഡലത്തിൻ്റെയും ചൈതന്യമണ്ഡലത്തിൻ്റെയും ഒരു സംയോജനമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളിലും അല്ലെങ്കിൽ എന്നിലും നിങ്ങളിലും ശിവനും ശക്തിയും വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഈ പറയുന്ന ബ്രഹ്മതത്വവും മായാതത്വവും അല്ലെങ്കിൽ ശക്തിതത്വവും ഇരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദശമഹാവിദ്യാ തത്വം. മായയും ബ്രഹ്മവും ഒരുമിച്ചിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അതായത് ഈശ്വരനാണ് ബ്രഹ്മതത്വമെങ്കിൽ ആ ഈശ്വരൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യ ശക്തിയാണ് മായ, അല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതാണ് പ്രകൃതി. ആ പ്രകൃതിയെ സൃഷ്ടിക്കുന്നത് മായയാണ്. അപ്പം ബ്രഹ്മവും മായയും ചേർന്ന് പ്രകൃതിയെ സൃഷ്ടിക്കുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും അചേതനമായ ഈ ചേതനയിലും അചേതനമായ ജീവികളിലും ഇത് വസിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അസ്തിത്വങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും അചേതനമായ വസ്തുക്കളിലും വസിക്കുകയും ചെയ്യും. ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരതത്വം അല്ലെങ്കിൽ പരമേശ്വര തത്വം നിഷ്ക്രിയം ആണെങ്കിൽ മായാതത്വം സജീവമാണ്. ഇതാണ് മായയുടെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെയും മായയുടെയും ശുദ്ധമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ശാശ്വതവും അനിശ്ചിതവുമായ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം ബ്രഹ്മം നിഷ്ക്രിയമാണ്. അപ്പോൾ എന്നിലെയും നിങ്ങളിലെയും ശിവതത്വം നിഷ്ക്രിയമാണ്. ബോധമണ്ഡലത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ മറ്റ് ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ബോധമണ്ഡലത്തിന് ചിന്തകളെ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ ചിന്തകളെ നമ്മൾ ആവിർഭവിപ്പിക്കേണ്ടതോ അതിനെ സാക്ഷാത്കരിക്കേണ്ടതോ ശരീരം ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ എനിക്ക് കിട്ടുന്ന ജ്ഞാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അവളുടെ പ്രകടമല്ലാത്ത രൂപത്തിൽ, അവളുടെ പ്രകടമായ രൂപത്തിൽ ഒക്കെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അവൾ ഇരിക്കുന്നത് ബ്രഹ്മമായിട്ടാണെങ്കിൽ പ്രകടമല്ല. പക്ഷെ ആ പ്രകടമല്ലാത്ത രൂപത്തിൽ നിന്ന് അവൾ പ്രകടമായ രൂപത്തിൽ അവൾ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നു. ഇനി സൃഷ്ടിച്ചാൽ മാത്രം മതിയോ? പോരാ, അതിനെ സംരക്ഷിക്കണം. ഇനി സംരക്ഷിച്ചാൽ മാത്രം മതിയോ? പോരാ, അതിനെ ഒടുവിൽ ലയിപ്പിക്കണം. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഈ പറയുന്ന അവ്യക്തമായിരിക്കുന്ന ഈശ്വരൻ വ്യക്തമാവുന്നത് പ്രപഞ്ചം. ഇനി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിച്ചു നിർത്തുന്നതും അവളാണ്. ഇനി അതിനുശേഷം അതിനെ സംഹരിക്കുന്നവളും അവളാണ്. അപ്പോൾ പ്രകൃതി എന്നാൽ മായ, വിദ്യ, പരമ എന്നീ 3 രൂപങ്ങളിലായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ പ്രകൃതി നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണിൻ്റെ മുമ്പിൽ മായ, വിദ്യ, പരമ എന്ന 3 രൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക. മായ അവിദ്യ എന്നാണ് നമ്മൾ വിളിക്കുക മായയെ. ഈ മായയിൽ സാത്വികമായ, രാജസികമായ, താമസികമായ 3 ഗുണങ്ങൾ അല്ലെങ്കിൽ 3 കഥാപാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രകൃതി നമ്മൾ ഈ മായ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മായ എന്നാൽ ഈ 3 ഗുണങ്ങളാണ്: സത്വ, രജസ്, തമസ്. ഈ ത്രിഗുണങ്ങൾ അല്ലെങ്കിൽ ഈ 3 കഥാപാത്രങ്ങൾ ഉള്ളതിനാൽ അവളെ നമ്മൾ ത്രിഗുണാത്മിക എന്നാണ് വിളിക്കുക. തമോ ഗുണവും രജോ ഗുണവും ഉയർന്നിരിക്കുന്ന സ്ഥലത്ത് അതിനെ അവിദ്യ എന്ന് വിളിക്കും. ഈ 3 കഥാപാത്രങ്ങളിൽ തമോ ഗുണവും രജോ ഗുണവും. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇനേഷ്യ, അതായത് നമ്മൾ എന്തിലും അടങ്ങിയിരിക്കുന്ന പ്രകൃതം, അചലമായ പ്രകൃതം, ഇളകാത്ത പ്രകൃതം, അതാണ് തമോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗുണം. ഇവർ രണ്ടും ഉയർന്നിരിക്കുന്ന സ്ഥലത്ത്, ഈ 3-ൽ ഇവർ രണ്ടും ഉയർന്നിരുന്നാൽ, അതായത് 3 ഗുണം സത്വം, രജസ്, തമസ്, അതിൽ തമസും രജസും ഉയർന്നിരുന്നാൽ അതിനെ അവിദ്യ എന്നും, ഇനി അത് മായ ഈ ഉയർന്നിരുന്ന ആ അവിദ്യയിൽ നിന്ന് മായ എന്ത് ചെയ്യും?
എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ നമ്മളാകുന്ന വ്യക്തികളെ വഞ്ചിക്കുവാനും സംസാരം സൃഷ്ടിക്കുവാനും അറിയപ്പെടുന്ന ശക്തിയാണ്. അതായത് എന്നെയും നിങ്ങളെയും ഉള്ളിലുള്ള ഈ ഈശ്വരതത്വം, നിഷ്ക്രിയനായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഈ ശിവനെ, പരമേശ്വരനെ ഓർമ്മപ്പെടുത്താതെ എന്നെയും നിങ്ങളെയും ഭ്രമിപ്പിച്ച് ഈ ലോകത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നവളാണ് യഥാർത്ഥത്തിൽ മായ. അപ്പോൾ ഈ നമ്മൾ 3 തലം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? മായ, വിദ്യ, പരമ. അവിദ്യ എന്നാൽ എന്താണെന്ന് പറഞ്ഞു നമ്മൾ. മായ എന്നാൽ ത്രിഗുണങ്ങളാണ്. ഈ ത്രിഗുണങ്ങളിൽ രജസും തമസും കൂടിയിരുന്നാൽ അത് അവിദ്യയാണ്. മായ വ്യക്തിയെ വഞ്ചിക്കുവാനും ഈ പറയുന്ന പ്രകൃതി സൃഷ്ടിക്കാനും അറിയപ്പെടുന്ന ശക്തിയാണെങ്കിൽ, പരമ എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് ഊർജം നൽകാൻ അറിയപ്പെടുന്ന ശക്തിയാണ്. അപ്പോൾ 3 തലം ശക്തിയാണ് നമ്മൾ പറഞ്ഞത്. മായ, അതുപോലെ തന്നെ പരമ, അതുപോലെ തന്നെ വിദ്യ. അപ്പോൾ മായ എന്താണ്? ത്രിഗുണാത്മികമാണ്. പരമ എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്നത് അല്ലേ? ആ ഊർജം നൽകുന്ന ശക്തിയാണ് പരമം എന്ന് വിളിക്കുക. ഇനി അത് കഴിഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് വിദ്യ. അപ്പോൾ ലോകത്തിൻ്റെ മായയിൽ നിന്ന് ജീവികളെ മോചിപ്പിക്കുന്ന വിദ്യയാണ് ശരിക്കും വിദ്യ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മായ, വിദ്യ, പരമം, ഈ 3 തലത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവളുടെ തത്വങ്ങൾ ശുദ്ധമായ സാത്വിക ഭാവത്തിൽ നിന്ന് വ്യക്തമായ ബ്രഹ്മത്തിലേക്കുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് വിദ്യാതത്വം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സാത്വിക ഭാവത്തിൽ നിന്ന് അവ്യക്തമായ ബ്രഹ്മത്തിലേക്കുള്ള അവസ്ഥ. അതായത് ബ്രഹ്മം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ അവ്യക്തമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈ അവ്യക്തതയെ അറിയാന്നുള്ളതാണ്. കാരണം എനിക്കും നിങ്ങൾക്കും പ്രകൃതിയിലെ എല്ലാത്തിനെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാരണം അത് നാമരൂപങ്ങളിലുള്ളതുകൊണ്ട് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കണ്ണിനോ ഇന്ദ്രിയങ്ങൾക്കോ അറിയാൻ പറ്റാത്ത അസ്തിത്വം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിന് നമ്മളെ തരണം ചെയ്യിക്കുന്ന നമ്മുടെ സത്വബുദ്ധിയാണ്. അതാണ് വിദ്യ എന്ന് വിളിക്കുന്നത്. അപ്പം ശ്രുതിയിലെ പരാമർശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ വേദങ്ങളിലെ പരാമർശങ്ങൾക്കനുസരിച്ച് വിദ്യയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രാഥമികമായ ശക്തി. കാരണം എന്നിലും നിങ്ങളിലും അടിയന്തരമായി വേണ്ട ചൈതന്യം എന്താണ്? വിദ്യയാണ്. അവൾ സർവ്വവ്യാപിയായതിനാൽ തന്നെ അവൾ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, നിങ്ങളും ഞാനും ഈ ലോകത്തിൽ വരുമ്പോൾ ഈ ലോകത്തിന് ആവശ്യമായ വിദ്യ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അത് സംസാരത്തിൻ്റെ മായയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന വിദ്യയാണ്. എന്നാൽ ദുഷ്ടഹൃദയമുള്ള ആളുകൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവളുടെ അറിവ് നമ്മളുടെ ഉള്ളിൽ ബിന്ദു രൂപത്തിൽ മറഞ്ഞിരിക്കുന്നു. അതായത് ഒരു ബിന്ദുവിൽ രഹസ്യമായി മറഞ്ഞിരിക്കുന്ന അറിവിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു സാധകൻ ആകർഷിക്കപ്പെടുക. ഈ ആത്മീയ വഴിയിൽ നിങ്ങളും ഞാനും ഒക്കെ ആകർഷിക്കപ്പെടുന്നത് ഈ അറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ആകാംക്ഷ പ്രകടിപ്പിക്കുമ്പോഴാണ്. ഈ വിദ്യയിൽ നിന്ന് ഒരാൾക്ക് മഹാവിദ്യയെക്കുറിച്ചുള്ള ആത്മീയ അറിവിലേക്ക് എത്തിച്ചേരാനാകും. അപ്പം നിങ്ങൾ ഈ ദശമഹാവിദ്യ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം, അതായത് ഉറങ്ങിയിരിക്കുന്ന നിഷ്ക്രിയനായിരിക്കുന്ന ശിവനെ മനസ്സിലാക്കാൻ വേണ്ടി ആ ശിവന് ചുറ്റും ആവരണങ്ങളായി നിൽക്കുന്ന വിദ്യ, പരമം, അതുപോലെ മായ, ഇതിൽ നിന്ന് വിദ്യയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ് പ്രദാനം ചെയ്യുക. ആ അറിവ് സൃഷ്ടിയിലേക്ക്, യഥാർത്ഥ അദൃശ്യമായിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് എന്നെ കൊണ്ടു ചെല്ലും. അതാണ് മഹാവിദ്യ. ഈ മഹാവിദ്യ ബ്രഹ്മത്തോടൊപ്പമുള്ള രൂപരഹിതവും മാറ്റമില്ലാത്തതുമായ മായയല്ലാതെ മറ്റൊന്നുമല്ല. അതായത് മായ പ്രകടമാവുന്നതാണ് പ്രകൃതിയെങ്കിൽ ഈ ബ്രഹ്മത്തോടൊപ്പമുള്ള രൂപരഹിതവും മാറ്റമില്ലാത്തതുമായ മായ, അതിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുക. പുരാണങ്ങളിൽ ഈ അറിവ് ഉൾക്കൊള്ളുന്ന വിദ്യകളെ ദേവിയുടേതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ അസുരന്മാരെന്ന് വിളിക്കപ്പെടുന്ന ദുഷ്ടഘടകങ്ങളിൽ നിന്ന് സമൂഹത്തിന് ഭീഷണി ഉണ്ടാകുമ്പോഴെല്ലാം ദുഷ്ടന്മാരെ നശിപ്പിക്കാനും ഈ പറയുന്ന ദേവന്മാരെ സംരക്ഷിക്കാനും ദേവി വിവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിരവധി വിദ്യകളിൽ തന്ത്രം 10 പ്രധാന വിദ്യകളെ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ ദശമഹാവിദ്യ. ഇവിടെ ഗൗരി അല്ലെങ്കിൽ ഉമ ശിവൻ്റെ ഭാര്യയായിട്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ
ഈ രൂപങ്ങൾ സ്വീകരിക്കുന്നതാണ് പുരാണങ്ങളിൽ നമ്മൾ കാണുന്നത്, കഥകളിൽ. ഇപ്പം തിന്മകളെ നശിപ്പിച്ച ശേഷം അവൾ ഗൗരിയുടെ യഥാർത്ഥ ശാന്തമായ രൂപത്തിലേക്ക് അവൾ മടങ്ങുന്നുണ്ട്. തന്ത്രത്തിൽ ദേവിയുടെ ഓരോ രൂപത്തെയും ഒരു യന്ത്രമായും രൂപവുമായും മന്ത്രമായും ഒക്കെ തന്ത്രം ആരാധിക്കുന്നുണ്ട്. ദേവിയെ അങ്ങനെയാണ് തന്ത്രം ആരാധിക്കുന്നത്. അതായത് പുരുഷതത്വം ഒരു പ്രത്യേക രാത്രി, ഈ പറയുന്ന നവരാത്രി പോലുള്ള രാത്രികളിലാണ് ഈ ഒരു തത്വം ഏറ്റവും കൂടുതൽ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വേദങ്ങളിലെ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി തന്ത്രം അതിൻ്റെ ഭാവന ഉപയോഗിച്ച് തത്വങ്ങളെ ഒരു പ്രതീകാത്മക രൂപമാക്കി മാറ്റുന്നതാണ്. ആ രൂപങ്ങൾക്ക് പ്രത്യേകിച്ച് വസ്ത്രം ഉണ്ടാവും, ശരീരം ഉണ്ടാവും, അല്ലെ വേഷഭൂഷാദികളൊക്കെ ഉണ്ടാവും. അത് ദേവികളായി ദേവതകളായി അവയെ ആരാധിക്കും. അത് പുരാണങ്ങളുടെ കഥകളിലൂടെ അത് ഉയർത്തിപ്പിടിക്കും. ഇങ്ങനെയാണ് നിങ്ങളും ഞാനും പരിചയിക്കുന്ന ദശമഹാവിദ്യ അല്ലെങ്കിൽ ദേവീ സങ്കല്പങ്ങളൊക്കെ വരുന്നത് ഇതാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പോകുമ്പോൾ, നവരാത്രി കാലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഈ ദേവീ സങ്കല്പം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസമായ കാളി ദശമഹാവിദ്യയിലെ ആദ്യ സ്വരൂപിണിയാണ്. അപ്പം അതിൽ തന്നെ നമ്മൾക്ക് അതിനുശേഷം വരുന്ന താര ഒക്കെ നമ്മൾക്കറിയാം. സത്യയുഗത്തിൽ ശിവനും കാളിയും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന കഥയുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ തന്നെ സതിയെ, അല്ലേ, സതിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ ശ്രമിക്കുന്ന ശിവൻ, എന്നാൽ ശിവന് പിന്തിരിയാനേ സാധിക്കാത്ത വിധത്തിൽ ഏത് ദിക്കിലേക്ക് പോയാലും കാളിയുടെ ഒരു രൂപം, അതായത് ദശമഹാവിദ്യകളിൽ ഓരോരാളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭഗലാമുഖി, ഭൈരവി, കമല, ധൂമാവതി, മാതങ്കി, ചിന്നമസ്ത, അങ്ങനെ പല പല രൂപങ്ങളിൽ 10 മാനങ്ങളിൽ നിന്ന് ശിവനെ പിന്തുടരാൻ അല്ലെങ്കിൽ പിന്തിരിയാൻ അനുവദിക്കാതിരിക്കുന്ന കാളിയുടെ അവതരണം ഒക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ദേവതകളെ കണ്ടുമുട്ടുന്ന സമയത്ത് കാളി പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് ശിവൻ മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മൾ ആ പുരാണ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്നിലും നിങ്ങളിലും ശിവൻ എന്ന് പറഞ്ഞാൽ ബോധമണ്ഡലമാണ്. അപ്പോൾ ബോധമണ്ഡലം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? സകല ദിക്കിൽ നിന്നും പിൻവാങ്ങും. പുതിയതായി ചിന്തയോ ക്രിയാത്മകമായോ ഒന്നുമില്ല. ആ പിൻവാങ്ങുന്ന സമയത്ത് ബോധത്തെ പിൻവലിയാൻ അവൾ അനുവദിക്കില്ല. 10 ദിക്കിൽ നിന്നും ബോധത്തെ അവൾ തടുത്തു നിർത്തും. അപ്പോൾ ആ തടുത്തു നിർത്തുന്ന സമയം ബോധത്തിന് എന്ത് മനസ്സിലാകുന്നു? എൻ്റെയും നിങ്ങളുടെയും ബോധമാകുന്ന ശിവന് മനസ്സിലാകുന്നു, ഇവൾ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളാണ്. അങ്ങനെ ശിവന് മടങ്ങിപ്പോകാനുള്ള ആഗ്രഹം മങ്ങുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ബോധത്തിന് പിൻവലിയാനുള്ള ആഗ്രഹം അവൾ ഇല്ലാതാക്കും. അങ്ങനെ അവളുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്ത് കടക്കുക അസാധ്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ യഥാർത്ഥത്തിൽ പറയുന്നത്. അല്ലാണ്ട് ശിവനെ ചെറുതാക്കിയിട്ടോ കാളിയെ വലുതാക്കിയിട്ടോ ചിത്രീകരിക്കുന്നതല്ല. അതായത് ബോധമണ്ഡലത്തിന് ഈ മായയിൽ നിന്നോ ഈ പ്രകൃതിയിൽ നിന്നോ ഒന്നും പിന്തിരിഞ്ഞു പോവാൻ സാധ്യമല്ല. കാരണം അവൾ ദശദിക്കിലും വ്യാപിച്ചിരിക്കുന്നവളാണ്. അങ്ങനെ മഹാവിദ്യകളെ കാളിയുടെ പ്രകടനങ്ങളായി ചിത്രീകരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഇത് പുരാണങ്ങളിലെ കഥകളായിട്ടാണ് യഥാർത്ഥത്തിൽ യോജിക്കുന്നത്. ഭയത്തിലോ ദാമ്പത്യത്തിൻ്റെ പിരിമുറുക്കത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവളുടെ സർവ്വവ്യാപിത്വത്തെയാണ് ഇത് ഊന്നി പറയുന്നത്. അവിടെ ശിവൻ സതി എന്നുള്ള ദാമ്പത്യ ബന്ധമല്ല നമ്മൾ നോക്കേണ്ടത്. ഈ പറയുന്ന തത്വം സർവ്വവ്യാപിത്വം എന്ന തത്വമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ അതെപ്പോഴും ഈ പുരാണ കഥകളിൽ അവിടെ കുടുങ്ങിപ്പോകും. മഹാവിദ്യകൾ അല്ലെങ്കിൽ മഹാവിദ്യയിലെ ദേവതകൾ ഭയാനകമായ രൂപങ്ങളും അവതാരങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അതിന് പകരം ഈ പുരാണ കഥയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് ജ്ഞാനസ്രോതസ്സുകളായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശിവൻ്റെ പ്രബുദ്ധതയിലേക്കും കാളി എന്ന എല്ലാ യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളുന്ന ധാരണയിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശിവൻ ഭയന്നിട്ടല്ല പിന്മാറുന്നത്, ശിവൻ മനസ്സിലാക്കുകയാണ്. ശിവന് തിരിച്ചറിവുണ്ടാവുകയാണ്. ശിവന് ജ്ഞാനം, ശിവജ്ഞാനം. എന്താ ശിവജ്ഞാനം? ഇവൾ സർവ്വവ്യാപിയാണ്, ഇവൾ 4 ദിക്കിലും അല്ലെങ്കിൽ 10 ദിക്കിലും ഉള്ളവളാണ്. ഇനി ഇതേ മഹാവിദ്യയാണ് നമ്മൾ പാർവതിയുടെ രൂപങ്ങളായിട്ടൊക്കെ കാണുന്നത്. മഹാവിദ്യകളുടെ ഉദ്ഭവത്തെക്കുറിച്ചിട്ടുള്ള 2ാമത് കഥയാണ് നമ്മൾ ഈ പറയുന്ന പോലെ പാർവതി എന്ന ഒരു ഇതിൽ മനസ്സിലാക്കുന്നത്. അതായത് ശിവൻ ഭാര്യ പാർവതിയോടൊപ്പം ഈ പറയുന്ന
പർവ്വതം തൻ്റെ ഭവനമായ കൈലാസത്തിൽ താമസിക്കുന്നത്. അങ്ങനെ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ശിവൻ ആ കൈലാസത്തിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്ന സമയം പാർവതി തൻ്റെ 10 രൂപങ്ങളായ മഹാവിദ്യകൾ ഉപയോഗിച്ച് അവൻ്റെ പിൻവലിയൽ തടയുന്നു എന്ന്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത് കാര്യം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 10 ദ്വാരങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളായിട്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 10 ദ്വാരങ്ങൾ, 9 ദ്വാരങ്ങൾ നമ്മൾക്കറിയാം. 10ാമത് ദ്വാരം എന്നുള്ളത് ബ്രഹ്മരന്ധ്രമാണ്, അതായത് ഈ ഓപ്പണിംഗ് ആണ് 10ാമത് ദ്വാരം. ഇത് ചേർത്ത് നമ്മൾക്ക് 10 ദ്വാരമാണ് പറയാം. അതായത് 2 കണ്ണുകൾ, 2 ചെവി, അപ്പോൾ എത്രയും 4, 2 മൂക്ക് 6, ഒരു വായ 7, പിന്നെ വിസർജനം മലമൂത്ര വിസർജനങ്ങളുടെ 2, അങ്ങനെ 9ഉം ഈ ബ്രഹ്മരന്ധ്രം 10. അപ്പോൾ ഈ 10 ദ്വാരങ്ങൾക്ക് മേലുള്ള നമ്മുടെ നിയന്ത്രണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ 2 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ 10 ദ്വാരങ്ങളിലൂടെയാണ്. കണ്ണുകൾ, ചെവികൾ, മൂക്ക്, വായ, അതുപോലെ ജനനേന്ദ്രിയം, അതുപോലെ ഈ പറയുന്ന വിസർജന അവയവം. ഇതാണ് ഞാൻ എന്ന അസ്തിത്വത്തെ ഈ ലോകത്ത് നിലനിർത്തുന്നത്. അപ്പം ദശമഹാവിദ്യകൾ എന്ന് പറയുമ്പോൾ 2 മാനമാണ്. ഒന്ന്, നമ്മുടെ തന്നെ ചിന്താമണ്ഡലത്തിൻ്റെ 10 ചിന്തകൾ വ്യാപിക്കുന്ന, ഈ പ്രകൃതിയിൽ വ്യാപിക്കുന്നത് 10 മാനങ്ങളിലാണ്. ആ 10 മാനങ്ങളിൽ ചിന്തകളെ നയിക്കുന്ന, ബോധത്തെ നയിക്കുന്ന ശക്തി, അതൊന്ന് സതിയുടെ രൂപത്തിൽ. പാർവതിയുടെ രൂപത്തിൽ പറയുമ്പോൾ ഈ പറയുന്ന ശരീരത്തിൽ, സ്വന്തം ശരീരത്തിലെ 10 ദ്വാരങ്ങൾക്ക് മേലുള്ള നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം. അപ്പോൾ ആദ്യം പറഞ്ഞ കഥയ്ക്ക് സമാനമായിട്ട് ഈ പറയുന്ന പരമ്പരാഗത മാനദണ്ഡങ്ങൾക്കൊക്കെ വിരുദ്ധമായി പാർവതി അല്ലെ, പാർവതിയുടെ ഈ പറയുന്ന കൈലാസം, അവള് ഹിമവാന്റെ പുത്രിയാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് അല്ലെ ബന്ധത്തിൽ വളരെ അവളുടെ ശ്രേഷ്ഠത ഊന്നി പറയുന്നുണ്ട് അവിടെ. അപ്പം മഹാവിദ്യമാർ അല്ലെങ്കിൽ മഹാവിദ്യയിലെ ദേവതകൾ ശിവനെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നും. ഈ കഥ സൂചിപ്പിക്കുന്നത് മഹാവിദ്യകൾ പ്രപഞ്ചശക്തികളെ മാത്രമല്ല മനുഷ്യബോധത്തിൻ്റെ വശങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു എന്നാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മനുഷ്യൻ്റെ ബോധതലത്തെ പ്രതീകവൽക്കരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദശമഹാവിദ്യകൾ. നമ്മൾ ഉദ്ദേശിച്ച പോലെ വെറുതെ ഒരു ദേവത എനിക്കോ നിങ്ങൾക്കോ പുറത്ത് നിന്ന് നമ്മൾ അവരെ ആരാധിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇത് അവനവൻ്റെ തന്നെ ചിന്താമണ്ഡലത്തെ ആരാധിക്കുന്നതാണ്. അവനവൻ്റെ തന്നെ ബോധമണ്ഡലത്തെ, ബോധത്തിൻ്റെ വശങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അതുകൊണ്ട് ശക്തി സംഗമ തന്ത്രം പോലെയുള്ള ഒരുപാട് താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇവയെ പഞ്ചേന്ദ്രിയങ്ങളായും പഞ്ചഭൂതങ്ങളായും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മഹാവിദ്യകൾ സിദ്ധികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആത്മീയ പരിശീലനങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കിയെടുക്കുന്ന മാന്ത്രിക ശക്തികളെയാണ് യഥാർത്ഥത്തിൽ സിദ്ധികൾ. അതുകൊണ്ടാണ് ഇവയൊക്കെ ഉപാസിച്ചാൽ നമുക്ക് സിദ്ധി കിട്ടും എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ പേടിയാണ് നമുക്ക്. ബഗലാമുഖി, ചിന്നമസ്തയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും നമുക്ക്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇത്? നമ്മൾ മനസ്സിലാക്കാതെ ഇതിനെ വെറും തനിക്ക് പുറത്തുള്ള ഈ ചിന്നമസ്തയൊക്കെ കണ്ടാൽ സ്വന്തം ശിരസ് ഛേദിച്ചിട്ട് ആ ശിരസ് കയ്യിൽ വെച്ചിട്ട് ഈ ശിരസിൽ നിന്ന് അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് നിർഗമിക്കുന്ന 3 രക്തദ്വാരകൾ സ്വന്തം ശിരസിൽ തന്നെ പാനം ചെയ്യുന്നു. മറ്റ് 2 സഖികൾക്ക് മറ്റ് 2 പാനം ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ചിലപ്പം പേടിയാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് തത്വം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് മഹാവിദ്യകൾ. അപ്പം മഹാവിദ്യയിൽ കാളിയുടെ രൂപം ആയി നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ താരാരാധനയെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? ശിവനെ വിട്ടുപോകാൻ സമ്മതിക്കാത്ത കാളി. ഇനി ദുർഗയുടെ രൂപങ്ങളായ മഹാവിദ്യകളിൽ നമ്മൾ നോക്കിയാലോ, ദേവീ മഹാത്മ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഈ പറയുന്ന യുദ്ധത്തിൽ യഥാർത്ഥ രാജ്ഞിയായ ദുർഗ അല്ലെ, ശുംഭനിശുംഭന്മാരെ ഒക്കെ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് മഹാവിദ്യകളുടെ ഉദ്ഭവ കഥ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളിൽ കാണാനുണ്ട്. കാതലായ ഗ്രന്ഥങ്ങളിൽ മഹാവിദ്യകളെക്കുറിച്ച് നേരിട്ട് പരാമർശമൊന്നുമില്ല. പലരും വിശ്വസിക്കുന്നത് അവർ ദുർഗയ്ക്കൊപ്പം പോരാടിയ ശക്തികൾ എന്നാണ്. കൂടാതെ ഈ പറയുന്ന പോലെ ഓരോ ദേവതകളെയും എടുത്ത ഓരോ പുരാണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ 9 ദുർഗമാരും 10 മഹാവിദ്യകളും ഉൾപ്പെടെ വിവിധ രൂപങ്ങൾ സ്വീകരിച്ച മഹാവിദ്യാലയ ക്രമത്തോട്
പുരുഷ ദൈവങ്ങൾ അല്ലെങ്കിൽ മാസ്കുലിനായ ചൈതന്യങ്ങൾ ശരിക്കും അപേക്ഷ രൂപത്തിലാണ് വസിച്ചിരുന്നത് എന്ന് ശരിക്കും ഈ ഗ്രന്ഥങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. അത് എത്രത്തോളം അംഗീകാര്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ശാക്തവൃത്തങ്ങൾ ആദരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഏകദേശം 6-ാം നൂറ്റാണ്ട്, ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ദേവീ മഹാത്മ്യം എന്ന അതിശക്തമായ ഗ്രന്ഥത്തിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പങ്ക്, അതിൻ്റെ അക്രമങ്ങൾക്ക് എതിരായ ദുർഗയുടെ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആ സമയത്ത് മഹാവിദ്യകളുടെ ബന്ധം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കിപ്പം ഈ ദശമഹാവിദ്യകളുടെ ക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ, അതിപ്പോൾ ഈ നഗാവയിലെ ദുർഗാ സപ്തശതി ക്ഷേത്രത്തിൽ കലാസൃഷ്ടികളിൽ മഹാവിദ്യകളെ ദുർഗയുമായിട്ട് ബന്ധപ്പെടുത്തിയതൊക്കെ കാണാം. ഇത് യഥാർത്ഥത്തിൽ പ്രപഞ്ചക്രമം സംരക്ഷിക്കുന്നതിൽ നിന്ന് അവളെ പിന്തുണയ്ക്കുന്നു എന്ന കാഴ്ചപ്പാടിനെയാണ് ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നവദുർഗ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മൾ ബോധമണ്ഡലത്തിൻ്റെ, മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലെയാണ് നമ്മൾ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നതെങ്കിലും ഇവിടെ നമ്മൾ പറയുന്നത് ഈ ബോധമണ്ഡലത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രകൃതിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സൃഷ്ടിക്കുന്ന ചൈതന്യങ്ങളുടെ 9 ഭാവമാണ് നവദുർഗകൾ. കാരണം എൻ്റെയും നിങ്ങളുടെയും ഗൃഹസ്ഥമായ കലഹങ്ങളിലോ മാന്ത്രികമായ ശക്തികളിലോ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെക്കാൾ സജീവമായ പോരാളികളായി മഹാവിദ്യകളെ കേന്ദ്രീകരിക്കുന്ന അവരുടെ ഉദ്ഭവം തന്നെ ഈ ദേവീ മഹാത്മ്യത്തിലൊക്കെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ധൂമാവതിയെ ഈ പറയുന്ന പോലെ ധൂമമായി, ആയുധമായി ഉപയോഗിക്കുന്നതും ബഗലാമുഖി യുദ്ധതന്ത്രത്തിൽ സഹായിക്കുന്നതും പോലുള്ള മഹാവിദ്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരുപാട് കഥകൾ അവരുടെ ആയോധന സ്വത്വത്തെ കൂടുതൽ ഊന്നി പറയുന്നതാണ്. അതുപോലെ ശിവൻ, കൃഷ്ണൻ, ഹനുമാൻ തുടങ്ങിയ നമ്മുടെ പുരാണങ്ങളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അസുരന്മാർക്കെതിരെ യുദ്ധങ്ങളിൽ ഈ മഹാവിദ്യ ശക്തികളെ ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രപഞ്ചക്രമം നിലനിർത്തുന്നതിൽ അവരുടെ പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിനുള്ള തെളിവുകൾ ഒരുപാട് നമുക്ക് ഇപ്പം വാരാണസിയിലൊക്കെ സങ്കടമോചന ക്ഷേത്രത്തിലൊക്കെ ചെന്നാൽ നമുക്കതിന് കാണാം. കാരണം അവിടെയൊക്കെ ഹനുമാന്റെ കൂടെ മഹാവിദ്യകളെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കാണാം. ഇപ്പം വ്യക്തിഗത മഹാവിദ്യകളെ പരിശോധിക്കുന്ന സമയത്ത് ദുർഗയുമായും ദേവീ മഹാത്മ്യവുമായും നിരവധി ബന്ധങ്ങൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. പുരാണത്തിലെ ദുർഗയുടെ പ്രവർത്തനങ്ങളുമായിട്ട് അവരെ തിരിച്ചറിയുന്ന ഭുവനേശ്വരിയുടെ പേരുകളൊക്കെ പോലെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഇതേ മഹാവിദ്യ തന്നെ നമുക്ക് ശതാക്ഷിയുടെ രൂപങ്ങളിലൊക്കെ കാണാം. അതെന്താണ്? ദേവന്മാരെയും ലോകത്തെയും ഈ പറയുന്ന പോലെ ഭരിക്കുന്ന ദുർഗ എന്ന, അല്ലെങ്കിൽ ദുർഗ എന്ന പേരിൽ രാക്ഷസനെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ രാക്ഷസനെ നേരിടുന്നതിൽ തന്നെ മഹാവിദ്യമാരാണ് ഉദ്ഭവിച്ചത് എന്ന് ദേവി ഭാഗവത പുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഹായത്തിന് വേണ്ടിയുള്ള ആ ദേവന്മാരുടെ അപേക്ഷയ്ക്ക് മറുപടിയായി ദുരിതം അനുഭവിക്കുന്ന ജീവജാലങ്ങൾക്ക്, അല്ലേ, അതുപോലെ കണ്ണുനീര് പൊഴിച്ച് ജീവിക്കുന്ന എണ്ണമറ്റ കണ്ണുകളോടെ മഹാവിദ്യ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ശതാക്ഷി, 100 കണ്ണുകളുള്ളവൾ എന്നർത്ഥം. നമ്മൾ കാർത്തവീരാർജുനൻ എന്നൊക്കെ പറയുന്നത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ശതാക്ഷി, 100 കണ്ണുകളുള്ളവൾ. അപ്പോൾ അതെന്താണ്? യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കായിട്ട് ദുരിതം അനുഭവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും കരുണയുടെ കണ്ണുകളാൽ സേവിക്കുന്ന എന്നർത്ഥമുള്ളതാണ് അവിടെ. അവള് വിശന്ന ദാരിദ്ര്യത്താലുള്ള ഭൂമിയെ പരിപോഷിപ്പിക്കുന്നു. ശാകംബരി എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ വഹിക്കുന്നവൾ എന്നുള്ള അർത്ഥം അങ്ങനെ വിളിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ദേവതാ സങ്കല്പത്തിൽ നമുക്ക് ഒരുപാട് വിദ്യാതത്വങ്ങളെ അപ്ലൈ ചെയ്ത് നമുക്ക് കാണാം. കാളിക, താരിണി, അതായത് താര, ത്രിപുര, അങ്ങനെ ഈ ദശമഹാവിദ്യയിൽ പ്രധാനപ്പെട്ട ശക്തികൾ യഥാർത്ഥത്തിൽ ഈ 3ലാണ് തുടങ്ങുക. അങ്ങനെ ഈ ദുർഗ എന്ന അസുരനെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് ആ ദേവതയെ ദുർഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ക്രമം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ ഓർക്കണം, അല്ലേ? വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്ക് സമാനമായിട്ട് പ്രപഞ്ചക്രമം പുനഃസ്ഥാപിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മഹാവിദ്യകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. കൂടാതെ മറ്റ് ഈ പറയുന്ന ഈശ്വരീയമായ ഗണങ്ങളുണ്ട്, ദേവതകളുണ്ട്, അതും അവതരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ഇതിൻ്റെയൊക്കെ നിഗമനങ്ങൾ എന്താണ്?
ഇത് മഹാവിദ്യകളെക്കുറിച്ച് നമുക്ക് നിരവധി നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. കാരണം അത് ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ശിവനുമായി ബന്ധപ്പെട്ട ദേവതകളായ സതി, പാർവതി, കാളി എന്നിവയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അപ്പോൾ സതി, പാർവതി, കാളി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സതി എന്ന തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഈ പറയുന്ന പോലെ ശിവന്റെ സ്ത്രൈണ ചൈതന്യമാണ്, അല്ലേ? ശിവന്റെ ഈ ബോധ ചൈതന്യത്തിൻ്റെ സ്ത്രൈണ ചൈതന്യമാണ്. ആ സ്ത്രൈണ ചൈതന്യം തന്നെയാണ് ഈ പറയുന്ന രൂപത്തിൽ പ്രകൃതിയിൽ മുഴുവനും വ്യാപിച്ചിട്ടുള്ളത്. അവിടെ ആ സതിയിൽ നിന്ന് പിൻവാങ്ങുന്ന ബോധത്തെ എല്ലാ ദിക്കിൽ നിന്നും വ്യാപിച്ച് ഓരോ അവതാരമായി സമീപിക്കുന്ന ചൈതന്യം, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ കാളി. അപ്പോൾ കാളി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കാരണം എന്താ? യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും മാനസികമായ തലത്തെ, എൻ്റെയും നിങ്ങളുടെയും ചിന്താമണ്ഡലത്തെ 10 ദിക്കിൽ നിന്നും വ്യാപിപ്പിച്ച്, അല്ലെങ്കിൽ ആ 10 ദിക്കിലും നിറഞ്ഞിരിക്കുന്നവൾ, എന്നിലും നിന്നിലും സകല സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് കാളി. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രധാന ഊർജമായി ആദ്യ ശക്തിയായിട്ടാണ് അവൾ ഇരിക്കുക. ആദ്യ ശക്തിയായിട്ട്. ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ തന്ത്രത്തിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ കാളിയുടെ നിറം വളരെ തീവ്രമായിട്ടാണ്, അതായത് കറുപ്പ്, ഡാർക്ക് നീല ഒക്കെയാണ് കാളിക്ക് നിറമായി സങ്കല്പിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഡാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവ്യക്തതയാണ്, അല്ലേ? നമുക്ക് ഇരുട്ടിൽ പ്രപഞ്ചം അവ്യക്തമാണ് നമുക്ക്. അതുപോലെ തന്നെയാണ് ഈ ഊർജം, പ്രപഞ്ചത്തിൽ 10 ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഊർജം അവ്യക്തമാണ്. ആ അവ്യക്തമായ ഡാർക്ക് എനർജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാളി എന്ന് വിളിക്കുക. അവൾ അവ്യക്തതയിലാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ നിന്ന് അവൾ മറ്റ് രൂപങ്ങളിലേക്ക് പ്രപഞ്ചത്തെ നയിക്കും, പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളും ഞാനും ഉണ്ടാവുന്ന സ്ഥലത്ത് അവൾ ഡാർക്ക് എനർജി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും അമ്മയുടെ യോനിയിൽ അവൾ വസിച്ചിരുന്നു. അവൾ വസിച്ചത് കൊണ്ടാണ് നിങ്ങളും ഞാനും ജനിക്കാൻ തന്നെ കാരണം ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് പുരുഷ ബീജങ്ങളിൽ നിന്ന് നിങ്ങളും ഞാനുമാകുന്ന ആ ഒരു ഏക ബീജത്തെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളതിനെ സകലതിനെയും തന്നിലേക്ക് ആഹരിച്ചവളാണ്. ഇന്ന് നമ്മൾ യൂണിവേഴ്സിൽ കാണുന്നത് പോലെ എല്ലാത്തെയും ആഹരിക്കുന്ന ആ ഡാർക്ക് ഹോൾ പോലെ എല്ലാത്തിനെയും ആഹരിച്ചത് കൊണ്ടാണ് ആ ഒരൊറ്റ ബീജം മാത്രം അമ്മയുടെ അണ്ടവുമായി സംയോജിച്ച് നിങ്ങളും ഞാനും ഉണ്ടായത്. അപ്പോൾ ഞാനും നിങ്ങളും ഉണ്ടാവുന്ന സ്ഥലത്ത് അവിടെ വ്യാപിച്ചിരുന്ന ചൈതന്യമായിട്ട് അവൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും ജനിക്കാനുള്ള കാരണം. ഇത് എൻ്റെയും നിങ്ങളുടെയും ജനനം, അല്ലേ? സൃഷ്ടി തത്വം. ഇനി അത് പ്രപഞ്ചത്തിൽ നോക്കിയാലും നമ്മൾ ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ തന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വെറും 5-10% മാത്രമാണ് മാനിഫെസ്റ്റ് ആയിട്ടുള്ളൂ. ഇനിയും അതിൽ 90% വികസിക്കാനുള്ള ഊർജം പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ട്. ആ ഊർജത്തെയാണ് കാളി എന്ന് വിളിക്കുക. പക്ഷെ അവൾ അരൂപിയാണെങ്കിലും അവൾ വിദ്യയാണ്. അതുകൊണ്ടാണ് അവളുടെ കഴുത്തിൽ മുണ്ടമാല ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവളുടെ കഴുത്തിൽ മുണ്ടമാല ഇരിക്കുന്നത്? അവൾ അരൂപിയായതുകൊണ്ടാണ്. അപ്പോൾ കാളി എന്നാൽ കറുത്ത ദേവത, അഴിഞ്ഞ വീണ മുടിയും, അല്ലേ? ഈ പറയുന്ന മനുഷ്യൻ്റെ തലയോട്ടിമാലയും നീല കലർന്ന മേഘം പോലുള്ള നിറവും ഭയങ്കരവും ഉഗ്രവുമായ ആ ദേവചൈതന്യം, രക്തം പുരണ്ട, അല്ലെ, നഗ്നരൂപത്തിലുള്ള അവൾക്ക് 4 കൈകളാണ് പൊതുവേ കാണാറുള്ളത്. മുകളിൽ ഇടതുവശത്ത് നോക്കിയാൽ രക്തം പുരണ്ട ഒരു വാളും, താഴെ ഇടതുവശത്ത് ഒരു അറുത്ത തലയും, മുകളിൽ വലതുവശത്ത് ഈ പറയുന്ന ചില കാളിയുടെ കയ്യിൽ അഗ്നി ഉണ്ടാവും. താഴെ വലതുവശത്ത് അവൾ അഭയമുദ്രയും കയ്യിലേന്തിയിട്ടുണ്ടാവും. ചിലതിൽ ഈ പറയുന്ന അങ്കുശം വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാശം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വ്യത്യസ്ത ഗുണങ്ങളിൽ നമുക്ക് കാണാം. പൊതുവേ ഇങ്ങനെയാണ് കാണാം. അപ്പോൾ അവളുടെ ആഭരണങ്ങൾ പോലും നോക്കിയാൽ എന്താ? ശവങ്ങൾ, സർപ്പങ്ങളൊക്കെയാണ്. കാരണം മുറിഞ്ഞ മനുഷ്യൻ്റെ കൈകളാണ് അവൾ കച്ചയായിട്ട് അരയിൽ കെട്ടിയിട്ടുണ്ടാവുക. അവളുടെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ടാവും. ശിവൻ്റെ ശവരൂപത്തിൽ അവൾ നിൽക്കുന്ന ശ്മശാനത്തിൽ, അല്ലേ, അവിടെ ഒരുപാട് ചെന്നായ്ക്കളൊക്കെ ഇങ്ങനെ അലറുന്ന, അങ്ങനെ ഒരു ഭീഭത്സമായ രൂപമാണ്. ഭയങ്കരിയാണ് അവൾ. പക്ഷെ യഥാർത്ഥത്തിൽ അവളെ മാതാവായിട്ടാണ് ആരാധിക്കുന്നത്. വളരെ വിരോധാഭാസമാണ്, അല്ലേ? നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പോലും ആരാധിച്ചത് ആ അമ്മയായ കാളിയെയാണ്.
ഇത്രയും ബീഭത്സമായിട്ടാണോ നമ്മുടെ അമ്മമാരുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല. പിന്നെ എന്തിനാണ് കാളിയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? പലപ്പോഴും അല്ലേ, നാക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടാവും, 3 കണ്ണുകളുണ്ടാവും. അതാണെങ്കിൽ അത്ര ഭംഗിയൊന്നായിരിക്കില്ല, വളരെ ഒരു തീവ്രമായ കുഴിഞ്ഞ തരം കണ്ണുകളാണ്. വലിയ വയറ്, അതുപോലെ മുകളിൽ ഈ പറയുന്ന പോലെ ഒരുപാട് സർപ്പം, നെറ്റിയിലാണെങ്കിൽ ചന്ദ്രക്കല ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവളെ ചിത്രീകരിച്ചിട്ടുള്ളത്. പച്ചമാംസം കഴിക്കുന്ന, വീഞ്ഞു കുടിക്കുന്ന, അല്ലെ പൂനൂലായിട്ട് സർപ്പങ്ങളെ ധരിച്ച, യുവത്വമുള്ള ശിവനിൽ ഈ പറയുന്ന പോലെ അവള് പരിചരിക്കുന്നതും കാണാം. അങ്ങനെ കാളിയെ സാർവത്രികമായി മഹാവിദ്യാ വിഭാഗത്തിൽ ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് അവളെ ആദിമഹാവിദ്യ എന്ന പേരിലാണ് അറിയപ്പെടുക. പല ഗ്രന്ഥങ്ങളിലും മറ്റു മഹാവിദ്യകൾ കാളിയുടെ വശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കാളിയിൽ നിന്നോ ഉത്ഭവിച്ചതായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കൂടാതെ അവളുടെ ഗുണങ്ങളും പ്രതീകാത്മകമായ പങ്കും പലപ്പോഴും മറ്റ് ദേവതകളുടെ അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നതും പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പം ചരിത്രപരമായിട്ട് അവൾ സനാതനധർമ്മ പാരമ്പര്യത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുകയും മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ താന്ത്രികമായ ആചാരത്തിൽ നന്നായി നിർവചിക്കപ്പെട്ട ഒരു ദേവതയും അതിനോടനുബന്ധിച്ചൊരു നല്ല ആരാധന ക്രമവും ഒക്കെ വികസിച്ചതായിട്ട് കാണാം. ഇപ്പം കാളിയെക്കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ ആദ്യ പരാമർശങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏകദേശം ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെയാണ്. കാരണം അവൾ ഈ പറയുന്ന പോലെ ദേവി സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യുദ്ധപ്രദേശങ്ങളിലോ ഒക്കെയാണ് കാണുക. യുദ്ധത്തിൽ ശത്രുക്കളുടെ മേലുള്ള വിജയത്തിലും അതിന് അവളുടെ പങ്കിനെ പ്രതിഫലിപ്പിക്കുന്ന ദംഷ്ട്രകളും ശവത്തിൻ്റെ മാലയുമുള്ള ഒരു ഭയങ്കര രൂപത്തിലാണ് അവളെ എന്താ പറയുക ചിത്രീകരിച്ചിട്ടുള്ളത്. ഗരുഡ പുരാണത്തിലൊക്കെ അവളുടെ ഈ സഹായം, യുദ്ധം ജയിക്കാനുള്ള ശക്തി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവത പുരാണത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഘോരന്മാരുടെ, തസ്കരന്മാരുടെ അല്ലെങ്കിൽ കള്ളന്മാരുടെ ഒക്കെ രക്ഷാധികാരിയായിട്ടൊക്കെ കാണാം നമുക്ക്. പക്ഷെങ്കിൽ എന്താണ്, നാഗരികമായ സമൂഹത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ, അതാണ് ഉൾനാടൻ പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞത്, പലപ്പോഴും കാളിയെ ഈ പറയുന്ന പോലെ അതീവ സിദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. കൂടുതലും ഈ ക്രിമിനൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് കൂടുതലും കാളിയെ ആരാധിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവളുടെ അസ്ഥികളും രക്തങ്ങളും കൊണ്ട് നിർമ്മിച്ച അവളുടെ ഭയാനകമായ സ്വഭാവത്തെ എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈവൻ നമ്മൾ ദേവീ മാഹാത്മ്യത്തിൽ യുദ്ധഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുർഗയുടെ കോപത്തെ പ്രതീകപ്പെടുത്തിക്കൊണ്ട് രാക്ഷസന്മാരെ പരാജയപ്പെടുത്താൻ അതിശക്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാളി അല്ലേ, അവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു ഘോരമായ യുദ്ധത്തിനിടെ ദുർഗയുടെ നെറ്റിയിൽ നിന്ന് അവൾ ഉയർന്നു വരുന്നതും ശത്രുക്കളെ നശിപ്പിച്ച് ഒടുവിൽ രക്തബീജൻ്റെ രക്തം കുടിച്ചുകൊണ്ട് അവരെല്ലാം പരാജയപ്പെടുത്തുന്നതും കാണാം. അപ്പോൾ ഇത് കോപത്തിൻ്റെയും ഘോരമായ ഒരു എനർജിയുടെയും പ്രതിനിധാനമാണ് കാളി. അപ്പോൾ കാളിയുടെ ഘോരമായ ഭാവങ്ങൾ അവളെ കൂടുതൽ സൗമ്യയായ പാർവതിയുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ദേവി ആരാധനയിൽ നമ്മളൊരു ഡുവാലിറ്റി മോഡ് അവിടെ കാണും. കാളിയുടെ ഒരു രൂപവും കാണുന്നുണ്ട്, പാർവതിയുടെ ഒരു രൂപവും കാണുന്നുണ്ട് അല്ലേ. ഇനി ഇതേ കാളിയെ തന്നെയാണ് മാതൃകാപരമായിട്ട് അല്ലെങ്കിൽ മാതാവിനെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കാളിയുടെ ഉഗ്രമായ സാന്നിധ്യം മഹാവിദ്യകളിൽ പല ഭാവം സൃഷ്ടിക്കുന്ന സമയത്തും അവൾ സ്വതന്ത്രമായ ബോധത്തെയും മറ്റു ദേവതകളെ പ്രതിഫലിപ്പിക്കുന്ന ഈ ആദിമശക്തിയുടെ സത്തയും ഉൾക്കൊള്ളുന്നവളാണ്. ആത്മീയമായി പറഞ്ഞാൽ അവൾ വ്യവസ്ഥാപിതമായ നമ്മുടെ ഒരു പരിധികളെ ഭേദിച്ച് ആത്യന്തികമായ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു അതിര് കടന്ന സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് അവൾ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സാധാരണ സമൂഹത്തിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിന് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി കടക്കാനുള്ള എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ഊർജമാണ് അവൾ യഥാർത്ഥത്തിൽ. അത് എന്നും ഈ പറയുന്ന പോലെ ഒരു ഹെറാർക്കിയെ അവൾ തകർക്കും, അട്ടിമറിക്കും. ശിവന് മുകളിൽ അവൾ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ശിവന് മുകളിൽ നിൽക്കുന്ന തന്നെ നിലവിലുള്ള ക്രമത്തിനും മുകളിലാണ് അവളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കെട്ടാത്ത മുടി അല്ലേ, അതുപോലെ തന്നെ നഗ്നത, അതുപോലെ തന്നെ തലയോട്ടിയിലെ മാലകൾ, ഇതൊക്കെ
ഈ പറയുന്ന മലിനീകരണ മാനദണ്ഡങ്ങളിൽ നിന്നും അഹങ്കാര സ്വത്വത്തിൽ നിന്നും നമ്മുടെ മോചനത്തെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുന്ന സമയത്തും. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, സമൂഹത്തിൻ്റെ ഒരു ബോർഡർ ലൈനിൽ അവളുടെ വാസസ്ഥലം, അവിടെ നമ്മൾ ഭയം, മരണം, നിഷേധാത്മകമായ ഭാവം എന്നിവയെ അഭിമുഖീകരിക്കുന്ന പരിമിതമായ ഒരു ചേതനയുണ്ട്. ആ ചേതനയാണ് ആ ചേതനയിലാണ് ജീവിക്കുന്നത്. അതായത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഭയം, മരണം അല്ലെ, എല്ലാത്തിനോടും നിഷേധം, നെഗറ്റിവിറ്റി വെച്ചുകൊണ്ടാണ്. അതിനെ യഥാർത്ഥത്തിൽ ആ അതിരുകൾക്കുള്ളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തന്ത്രം ഇതിനെ പശുത്വം എന്ന് വിളിക്കും. ഈ പശുത്വത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ചൈതന്യമാണ് അവൾ യഥാർത്ഥത്തിൽ. അപ്പോൾ അവളുടെ ലൈംഗികത അല്ലെങ്കിൽ പരമ്പരാഗതമായ ഗാർഹികതയേക്കാൾ പ്രാഥമികമായ ഈ പറയുന്ന പോലെ സൃഷ്ടിപരമായ ഒരു ഊർജത്തിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ നഗ്നത എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ക്രിയേറ്റീവായ എനർജിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, സയൻസ് തന്നെ പറയും, നമ്മുടെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായ എനർജി ആസ്പെക്റ്റ് നമ്മൾ നശിപ്പിക്കുന്നത് കൂടുതലും ലൈംഗികതയിലൂടെയാണ്. അമിതമായ ലൈംഗിക വാസനകൾ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എനർജിയാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു വിടുന്നത്. അപ്പം എപ്പോഴും ആധ്യാത്മിക മണ്ഡലത്തിൽ അവളെ ഇങ്ങനെ കാണിക്കുന്നത് ഈ പറയുന്ന സൃഷ്ടിപരമായ ഒരു കഴിവിൻ്റെ, ഊർജത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ കാളി എന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിന് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ പരിവർത്തനാത്മകമായ നമ്മുടെ ഉള്ളിലുള്ള വിശപ്പിനെ പ്രകടിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാളി. അതായത് ബന്ധങ്ങളെ ആഗീരണം ചെയ്യുകയും പുനർജന്മത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ റിലേഷൻഷിപ്സിനൊക്കെ സ്വീകരിക്കാൻ, അതാണ് സർവ്വതിനെയും ആഹരിക്കുന്നത്, എല്ലാത്തിനെയും ആ രീതിയിൽ സ്വീകരിക്കാൻ. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു പ്രകൃതം ഉണ്ടാവും. ഇപ്പം അമ്മ, അച്ഛൻ, അമ്മാവൻ അല്ലേ, അവർക്കൊക്കെ നിലവിൽ ഒരു പ്രകൃതം ഉണ്ടാവും. ആ പ്രകൃതത്തെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ആഹരിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ അവിടെ നിഷേധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെ പോലെ അവരാവണം, നമ്മൾ ശഠിക്കും. നമ്മുടെ ബോധമണ്ഡലം എപ്പോഴും ശഠിക്കും. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ സ്പർദ്ധ ഉണ്ടാവുന്നത്. ഇപ്പം ഭാര്യ വിചാരിക്കും ഭർത്താവ് എന്നെ പോലെ ആവണം, ഭർത്താവ് വിചാരിക്കും ഭാര്യ എന്നെ പോലെ ആവണം. ഈ സ്പർദ്ധതയിലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്പർദ്ധ ഉണ്ടാവുന്നത്. കാളി എന്ന് പറഞ്ഞാൽ ഈ എന്താണോ, ഏത് സ്വരൂപത്തിലാണോ അയാളുള്ളത് അതിന് വിദ്യയായിട്ട് അവൾ മുൻപിലേക്ക് വന്നിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യ, അത് അയാളുടെ കഴിവുകേടാണ്, അത് അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമ്മുടെ പ്രജ്ഞയ്ക്ക് സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രജ്ഞയെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ കാളി. അതുകൊണ്ടാണ് അവളെ ആക്സെപ്റ്റബിലിറ്റി, ആഹരിക്കുന്നവൾ എന്ന് വിളിക്കുന്നത്. പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ പറയില്ലേ, ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ഈസ്, ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വലിയ വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വരില്ല. അപ്പം ബന്ധങ്ങളെ ആഗിരണം ചെയ്യുകയും പുനർജന്മത്തെ പ്രേരിപ്പിക്കുകയും, അതായത് കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടാവില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവില്ല, എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നൊക്കെ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ഉണരണമെങ്കിൽ എൻ്റെ പ്രജ്ഞയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. കഴിഞ്ഞ കാലത്തെ വീഴ്ചകൾ, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി എനിക്ക് ഇതിൽ നിന്ന് മറികടക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മാത്രമേ നമ്മൾക്ക് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഇതാണ്. കാരണം അവർക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാറില്ല പലപ്പോഴും. അതൊക്കെ ഈ പറയുന്ന കാളി ചൈതന്യം അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ പൂർവികരൊക്കെ കാളിയെ ഉപാസിച്ചിരുന്നത് നമ്മളെ ഉദ്ദേശിക്കുന്നത് പോലെ ഘോരമായ ഈ ദേവതയെ ഉപാസിച്ചിട്ട് എനിക്കെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. തന്നെ ബോധത്തിൽ ഈ പറയുന്ന എൻ്റെ ചുറ്റിലും സംഭവിക്കുന്ന പുതുമകളെ അല്ലെങ്കിൽ എൻ്റെ പ്രതിബന്ധങ്ങളെ മനസ്സിലാക്കി അത് അതുപോലെ സ്വീകരിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ, പുനർജന്മത്തിലേക്ക് നയിക്കുവാനുള്ള എൻ്റെ ബോധത്തിൻ്റെ ആദ്യ ശക്തിയാണ് യഥാർത്ഥത്തിൽ കാളി. ഇതാണ് കാളിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാളിയെക്കുറിച്ച് പറയാനുണ്ട്. വരുന്ന സമയങ്ങളിൽ പരാമർശിക്കാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം തന്ത്രത്തിൽ തന്നെ നോക്കിയാൽ കാളിയുടെ ഭീകരമായ രൂപഭാവവും ഈ പറയുന്ന ഹിന്ദു പാരമ്പര്യം അല്ലെങ്കിൽ തന്ത്ര പാരമ്പര്യം എടുത്തു നോക്കിയാൽ അവൾക്ക് ഗണ്യമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാശ്മീരിൽ പ്രത്യേകിച്ച് അഭിനവഗുപ്തന്റെ കൃതികളിലൂടെ ശിവന്റെ ചലനാത്മക പ്രതിരൂപമായ ശക്തിയുടെ ഒരു പ്രധാന പ്രകടനമായിട്ടാണ് കാളിയെ പറയുന്നത് കാശ്മീര ശൈവത്തിലൊക്കെ. അപ്പൊ കാളിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ശിവന്റെ ചലനാത്മക ശക്തിയാണ്. ഇപ്പം ഞാനും നിങ്ങളുമാകുന്ന ബോധം
നിങ്ങളുടെയും ബോധമണ്ഡലം ചലിക്കുന്നത് അവൾക്ക് ഈ എല്ലാത്തിനെയും ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും പുനർജന്മത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുന്നതും കൊണ്ടാണ്. അതാണ് കാളി, ചലനാത്മകത സൃഷ്ടിക്കുന്നവളാണ്. അപ്പോൾ അങ്ങനെ കാളിയുടെ വിവിധ രൂപങ്ങൾ തന്നെ പറയുന്നുണ്ട്. അഭിനവഗുപ്താചാര്യൻ്റെ തന്ത്രാലോകത്തിലൊക്കെ ഒരുപാട് തവണ ദ്വാദശ കാളിമാരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇനി ബംഗാളിൽ നോക്കിയാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാളിയുടെ ആരാധന വ്യാപകമായ പ്രദേശമാണ് ബംഗാൾ. അവിടെ അവളെ കുറിച്ചിട്ട് ഒരുപാട് ആരാധനകൾ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നവരാത്രിയിൽ പോയി കഴിഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ കാളിക്ക് നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കാം. ഇനി അതുപോലെ തന്നെ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ തന്ത്രസാരത്തിലായാലും ശാക്തപ്രമോദ തന്ത്രത്തിലായാലും ഒക്കെ നമുക്കത് കാണാം. ശാക്തപ്രമോദ എന്നുള്ള ടെക്സ്റ്റിൽ നോക്കിയാലും നമുക്കത് കാണാം. അപ്പം അവിടെയൊക്കെ നമ്മൾ പ്രധാന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ദക്ഷിണ കാളി, മഹാകാളി അങ്ങനെയുള്ള വിവിധ രൂപങ്ങളെയൊക്കെ പ്രധാനീകരിച്ചിട്ട് കാണിച്ചിട്ടുമുണ്ട്. അപ്പം പുരുഷ സ്ത്രീ ഊർജങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നതും ആത്യന്തികമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതായത് ഈശ്വരൻ എന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ താന്ത്രികതയിൽ ഒരു പ്രധാനപ്പെട്ട ദേവതയാണ് യഥാർത്ഥത്തിൽ കാളി. ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ഈ പറയുന്ന പോലെ പാർവതിയെ ശിവന്റെ ജ്ഞാനം സ്വീകരിക്കുന്നവളായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ താന്ത്രികമായിട്ടുള്ള രൂപങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കാളി കേന്ദ്ര ബിന്ദുവായിട്ട് ഉയർന്നു വരുന്നത്. അതായത് നിർവ്വാണതന്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മറ്റു ദേവതകളെക്കാൾ അവളുടെ ആധിപത്യത്തെയാണ് അവിടെ ഊന്നി പറയുന്നത്. അവളെ എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ട് വിശേഷിപ്പിക്കുന്നുള്ളൂ. കാരണം ഭൗതികമായും സൂക്ഷ്മവുമായും ഉള്ള ശരീരങ്ങളിലൂടെ ഈശ്വരൻ്റെ സങ്കീർണമായ ചലനാത്മകതയെ മുൻപോട്ട് നയിക്കുന്നതിന്, അതുപോലെ തന്നെ ഓപ്പോസിറ്റിലായ നോഡ്സിനെ ഏകീകരിക്കുന്നത്, അവിടെയാണ് ഈ സ്വാംശീകരണ ശക്തി കാളിയുടെ. അപ്പം താന്ത്രികതയിൽ കാളിയുടെ പ്രാധാന്യം ഇതാണ്. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ കാളിയുടെ നാക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മൾ കാളിയുടെ വിഗ്രഹം ഒക്കെ നോക്കിയാൽ വളരെ വന്യമാണ് അവളുടേത്. അതായത് കെട്ടഴിച്ചിട്ടുള്ള മുടി, അതുപോലെ ഈ നീട്ടിയിരിക്കുന്ന നാവ് അല്ലേ, അങ്ങനെ അവളുടെ ആ സ്വഭാവം കാണിക്കുന്നത് അതിരുകൾ തകർക്കുന്ന ഒരു പ്രതീകത്തെയാണ്. അതായത് എൻ്റെയും നിങ്ങളുടെയും ബോധമണ്ഡലം നമ്മൾ പറയില്ല, ഒരു ചാനലൈസ്ഡ് ആണ്. ആരോ നേരത്തെ ചാനലൈസ് ചെയ്തു വെച്ച ഒരു ബുദ്ധിയിലാണ് നിങ്ങളും ഞാനും അല്ലെ. സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾക്ക് മുമ്പിൽ ഉള്ള ആൾക്കാർ ഡിസൈൻ ചെയ്തു വെച്ച ഒരു സിസ്റ്റത്തിലേ നമ്മൾ പോകുള്ളൂ. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ചൈതന്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിരുകൾ തകർക്കുന്ന സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്ന ചൈതന്യം. അതുകൊണ്ട് തന്നെ ആ നാവിലേക്ക് രക്തത്തിൻ്റെ ആർത്തിയുടെ അടയാളമായിട്ട് വരച്ചിരിക്കുന്നത് അതാണ്. അതായത് ഒരു ഭയാനകമായ ദേവതയായിട്ട് അവളെ ചിത്രീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് തത്വമൊക്കെ ഇതാണ്. കാരണം നമ്മളതിനെ നാണക്കേടായിട്ടാണ് കാണുക. പ്രത്യേകിച്ച് അവൾ തൻ്റെ ഭർത്താവായ ശിവനിൽ അശ്രദ്ധമായി നിൽക്കുന്ന ദക്ഷിണകാളിയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ശരിക്കും കാളിയെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യ ശക്തിയാണ്. നിങ്ങളുടെയും എൻ്റെയും ബോധമണ്ഡലത്തിൽ അവൾ വഹിക്കുന്ന ചൈതന്യം വളരെ 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 വലുതാണ് എന്നുള്ള സത്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളാം. ഇനി നേരെ തിരിച്ച് ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പിന്നീട് ആരാധിക്കുന്നതാണ് നമ്മൾ നവദുർഗമാരെ. എന്താണ് നവദുർഗമാര്? നവദുർഗമാര് യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം നമ്മൾ കാളിയെ ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ബോധമണ്ഡലത്തിന്, ചിന്താമണ്ഡലത്തിന്. കാരണം ചിന്തകളിൽ നിന്നാണല്ലേ അത് മനസ്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് ബുദ്ധിയുടെ ഇടപെടൽ ഉണ്ടായി, പിന്നെയാണ് നമ്മളത് പ്രവർത്തനത്തിലേക്ക് വാക്കായിട്ടൊക്കെ മാറ്റുന്നത്. അപ്പം ആദ്യമായി നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നത് ചിന്തയാണ്. ആ ചിന്തയ്ക്ക് 10 മാനങ്ങൾ, ആ ചിന്തയെ 10 മാനങ്ങളിൽ നിന്ന് നയിക്കുന്ന പ്രധാന ശക്തിയാണ് കാളി. അതിൽ നിന്ന് ആവിർഭവിച്ചതാണ് മറ്റ് ശക്തികളൊക്കെ. അപ്പോൾ ആദ്യ ശക്തി അവളാണ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിൽ പിൻവാങ്ങൽ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് ഉപാസിക്കേണ്ട ദശമഹാവിദ്യയിലെ ആദ്യത്തെ ദേവത കാളിയാണ്. ഇനി എന്തിന് ദശമഹാവിദ്യ, എന്തിന് നവദുർഗ? ദശമഹാവിദ്യ ചിന്തയെ നയിക്കാൻ, മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ നയിക്കാൻ. അപ്പോൾ നവദുർഗ എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പൂർണമായ ബ്രഹ്മാണ്ടത്തിൽ 9 പ്രകാരത്തിലുള്ള ശക്തി ചൈതന്യങ്ങളുണ്ട്. ഈ ശക്തി ചൈതന്യങ്ങൾ ഒരുമിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നിർവഹിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെത് എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലും ഇത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ശക്തി സ്വരൂപമായി അരൂപവുമായ ഒരു തത്വമാണിത്. അതായത് രൂപരഹിതമായ ഘടകമാണ്. ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതാരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരാളെ കാണാനില്ല അല്ലേ. ഇപ്പോൾ സൂര്യൻ ഈ പറയുന്ന പോലെ കൃത്യമായി ചാക്രികതയിൽ
കൃത്യസമയത്ത് ഉദയവും അസ്തമയവും ഒക്കെ നടത്തുന്നു. അങ്ങനെ ഭൂമി കൃത്യമായിട്ട് ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആളെ കാണാനില്ല. അപ്പോൾ ഇതാണ് രൂപരഹിതം, അരൂപവുമാണ്. അപ്പോൾ ഈ രൂപരഹിതമായ ഘടകമാണ് പക്ഷേ ഈ ചലനത്തിന് കാരണം. അപ്പം നമ്മളെ ഒക്കെ ഈ പ്രപഞ്ചത്തിനെയും നിലനിർത്തുന്നത്, ജീവിപ്പിക്കുന്നത് ചലനാത്മകമായ ഒരു പ്രപഞ്ചശക്തിയാണ്. ഓക്കെ, ഈ പ്രപഞ്ചശക്തിയുടെ 9 രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ നവദുർഗ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളുമാകുന്ന ഈ ശരീരത്തിൽ എൻ്റെ ബോധമണ്ഡലമാണ് ശിവൻ. ആ ബോധമണ്ഡലത്തെ നയിക്കുന്ന 10 ശക്തികളാണ് ദശമഹാവിദ്യകൾ. അതിൽ പ്രധാനി കാളി, ആദ്യശക്തി. ഇനി ഈ ബോധമണ്ഡലത്തിൽ നിന്ന് ചിന്ത വന്നാൽ തന്നെ ആ ചിന്തയെ വാക്കാക്കി മാറ്റുന്ന എങ്ങനെയാണ്? ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഞാനതിപ്പം ആ ചിന്തയാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നോക്കൂ. ചിന്ത വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വാക്കുകൾ ഉച്ചരിക്കണം. എങ്ങനെ വാക്ക് ഉച്ചരിക്കും? അത് ഞാൻ പ്രാണനെ അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്രാണൻ ഉണ്ടെങ്കിൽ പ്രകൃതി ഉണ്ടാവണം. പ്രകൃതി ആരാണ്? സ്ത്രീയാണ്. പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടത് പരാശക്തിയാണ്. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് ഞാൻ സ്വീകരിക്കാം. അപ്പോൾ ഇതൊരു മെക്കാനിസമാണ്. ഇവിടെ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മെക്കാനിസത്തിൽ ശ്വസിക്കുന്ന വായു അകത്തേക്ക് പോയി അത് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വോക്കൽ കോർഡ്സിൽ ഘർഷണം ഉണ്ടാക്കുമ്പോഴാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ചിന്തയെ പ്രതിഫലിപ്പിക്കുന്നത് എനർജിയുടെ സഹായത്താലാണ്. ഇനി ഈ എനർജി തന്നെ ഇതൊരു സിസ്റ്റമായിട്ട് ഈ ബോഡി വർക്ക് ചെയ്യുന്നതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ എനർജി സിസ്റ്റമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 9 രൂപങ്ങൾ അവ്യക്തതയിൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ഇവരെ ഋഷിമാർ വിളിച്ചതാണ് നവദുർഗകൾ. അപ്പോൾ ഈ നവദുർഗകൾക്ക് ഈ ഊർജം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ചിന്തയെ വന്ന ആ ചിന്തയെ എനിക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. ശബ്ദമായിട്ട്, പദങ്ങളായിട്ട്, അല്ലേ, ഒക്കെ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നത് ഈ ഊർജ്ജമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ചിന്ത ശിവൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ശക്തിയും കൂടെ ഉണ്ടെങ്കിലാണ് എൻ്റെ സൃഷ്ടി നിർവഹിക്കാൻ സാധിക്കുള്ളൂ. എനിക്കും നിങ്ങൾക്കും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർ രണ്ടും ആവശ്യമാണ്. അപ്പോൾ ആ ശിവനെ നയിക്കുന്ന 10 ആളുകളാണ് ദശമഹാവിദ്യ. ഇവിടെ എൻ്റെ ശരീരത്തെ മുൻപോട്ട് കൊണ്ടുവന്ന 9 ചൈതന്യങ്ങൾ. അതിൽ ആദ്യത്തെ ആളാണ് ശൈലപുത്രി. അപ്പോൾ ഈ 9 ദിവസങ്ങളിൽ നമുക്ക് തന്നെ നോക്കിയാൽ മതിയാവും. നമ്മുടെ ജീവിതത്തിൽ ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ്, ലൈറ്റ് എനർജിയാണ്, ഹീറ്റ് ഒരു എനർജിയാണ്. ഊർജ്ജമില്ലാതെ ഈ ലോകം നിലനിൽക്കില്ല. അതുപോലെ തന്നെ സൃഷ്ടിയും. അപ്പോൾ ഈ 9 ദിവസങ്ങളിൽ നമ്മളിൽ കുടികൊള്ളുന്ന ദിവ്യമായ പുരുഷ ചൈതന്യ ബോധതലത്തിൻ്റെയും സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീ ശക്തിയാകുന്ന ചൈതന്യ ബോധതലത്തിൻ്റെയും പറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ കോഴ്സിൽ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പുരുഷ ചൈതന്യം ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും കുടുംബത്തിന് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കുടുംബത്തെ എടുത്താൽ നിങ്ങളുടെ കുടുംബത്തിലെ പുരുഷൻ എന്താ ചെയ്യുക? എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അയാളുടെ ജീവിതം അതിന് വേണ്ടിയിട്ടാണ്. ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ ഇവരെയൊക്കെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാനും. നമ്മുടെ സ്ത്രീ ശക്തി ചൈതന്യം എന്ത് ചെയ്യും? കുടുംബത്തിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? ആ സൗകര്യങ്ങൾ ക്ഷമയോടെ വളർത്തി ആർദ്രതയോടെ അതിനെ പരിപാലിച്ച് മാതൃത്വ ഗുണങ്ങളോടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇതാണല്ലോ യഥാർത്ഥത്തിലൊരു ജീവിതം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം, കുടുംബമൊക്കെ ഇങ്ങനെയാണ്. ഇന്ന് ലോകത്ത് കാണുന്ന ആ ജീവിതക്രമം തന്നെയാണ് പ്രകൃതിയിലും കാണുന്നത്. ഇന്ന് ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന പോലെ തീവ്രവാദം തുടങ്ങി, യുദ്ധങ്ങൾ തുടങ്ങി, മറ്റ് പല പ്രശ്നങ്ങൾക്കും യഥാർത്ഥ കാരണം നമ്മൾ തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പ്രപഞ്ചത്തിലെ സ്ത്രൈണ ചൈതന്യം കുറഞ്ഞു പോയത് കൊണ്ടാണ് ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ തികച്ചും ഉള്ളത്. ഈ സ്ത്രൈണ ചൈതന്യം കുറഞ്ഞുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഒരു സാധാരണ വ്യക്തിക്ക് അതൊന്നും ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ പൂർവികരെ കുറ്റം പറയും, ഗ്രഹങ്ങളെ കുറ്റം പറയും, നക്ഷത്രങ്ങളെ കുറ്റം പറയും, ഭാഗ്യത്തെ കുറ്റം പറയും, വിധിയെ കുറ്റം പറയും. അവൻ താമസിക്കുന്ന വീട്ടിന് വാസ്തുവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്, അതിൻ്റെ ഊർജത്തിൻ്റെ, ഇങ്ങനെയൊക്കെ നമ്മൾ കുറ്റം പറയും. യഥാർത്ഥത്തിൽ എന്താ സംഭവം? എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ആവശ്യമുള്ളത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം. യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഫെമിനൈൻ കോൺഷ്യസ് എന്ന് വിളിക്കുന്ന ആ ഭാഗം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ഇതൊക്കെ നേടിയെടുക്കാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് ആവശ്യം നമ്മുടെ ഉള്ളിലുള്ള ബോധതലത്തിൻ്റെ 2ാമത് ഭാഗമായ ഫെമിനൈൻ കോൺഷ്യസ് ആണ്. അതാണ് ശക്തി ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ്, AI യുടെ കാലത്താണ്, അല്ലേ?
ഇപ്പം നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയറോ GPT-യും റോബോട്ട്സും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ്കുലിനിറ്റിയാണ്. പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മാസ്കുലിൻ പവറാണ്, മാസ്കുലിൻ കോൺഷ്യസ് ആണ് ഈ സൗകര്യങ്ങൾ, ഗാഡ്ഗറ്റ്സ് ഒക്കെ. എന്നാൽ ഈ ലോകത്ത് നമുക്ക് ഈ ഗാഡ്ഗറ്റ്സ് കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? കാരണം നമുക്കറിയാം, നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണ് യഥാർത്ഥത്തിൽ ലോകം ആസ്വദിക്കാൻ നമുക്ക് ആവശ്യം. ഗാഡ്ഗറ്റ്സ് ഒരു പരിധി വരെ ലോകം ആസ്വദിക്കാൻ, നിങ്ങൾ എത്ര കാലം വെർച്വലായിട്ട് സിനിമാ ലോകത്തിരുന്നിട്ട് നിങ്ങളിങ്ങനെ ആസ്വദിക്കും, അല്ലേ? സ്ക്രീനിൽ കാണുന്ന പ്രകൃതിയോ യഥാർത്ഥ പ്രകൃതിയോ ആയിരിക്കുമോ നിങ്ങൾക്കിഷ്ടം? അപ്പം ഇമോഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ലോകത്തെ നമുക്ക് ആസ്വദിക്കാനും അതിനെ അനുഭവിക്കാനും സാധിക്കും. ഇത് ദേവീ ചൈതന്യത്തിന് മാത്രമേ നമ്മളെ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും ചലിപ്പിക്കുന്നത് ദേവിയുടെ ശക്തിമത്തായ ആ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലെ ഗ്ലാൻസിൻ്റെ പ്രൊഡക്ഷൻ, സെക്രീഷൻസ് പോലും ഉണ്ടാക്കുന്നത്. അതേ തുടർന്നാണ് എനിക്ക് ശരീരത്തിൽ പല മാറ്റങ്ങളും മനസ്സിൽ പല വികാരങ്ങളും, അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അറിയാം, മെലറ്റോണിൻ, ടോക്സിൻ എന്നൊക്കെ പറയുന്നത് എന്താ? ഇതൊക്കെ ഹോർമോൺസ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലാൻസിലൂടെയാണ്. അതെങ്ങനെയാണ്? ശരീരത്തിൻ്റെ പ്രോസസ്സാണ്, ചൈതന്യങ്ങളിലൂടെയാണ്, ഊർജ്ജങ്ങളിലൂടെയാണ്. അപ്പം നമ്മളെല്ലാം മുൻപോട്ടേക്ക് നയിക്കുന്നത് ഈ പറയുന്ന ബോധമണ്ഡലത്തെയും ശരീരത്തെയും ഒന്നായി ചേർത്ത് നിർത്തി നമ്മളെ മുൻപോട്ടേക്ക് നയിക്കുന്നത് അവളുടെ 2 തരത്തിലുള്ള എനർജിയാണ്. അത് നമ്മൾ വിളിക്കും, ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, ഒന്ന് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഭരണ ഊർജം, സ്ഥിതി ഊർജമാണത്. മറ്റത് ചലനാത്മക ഊർജം, ഒന്ന് ശിവനും ഒന്ന് ശക്തിയും. അപ്പം ശൈലപുത്രി എന്ന് പറയുമ്പോൾ ഇവിടെ ശൈലപുത്രിക്ക് എന്താണ് പ്രാധാന്യം? ഈ പറയുന്ന പോലെ ശൈലപുത്രി ആദിശക്തിയുടെ സ്ഥിരമായതും അസ്ഥിരമായതുമായ ഒരു രൂപമാണ്. സ്ഥിരമായതും അസ്ഥിരമായതും, സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക്. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം? താപ ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നിപ്പോൾ സയൻസ് പറയുന്നുണ്ട്, അല്ലേ? അപ്പം നിയന്ത്രിതമായ സാഹചര്യത്തിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ്. നമുക്കറിയാം, തെർമൽ എനർജിയെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഒരു കൺട്രോൾഡ് പെരിമീറ്ററിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. അതായത് ഇപ്പം തീ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ ചായ വെക്കാനോ ഭക്ഷണം പാചകം ചെയ്യാനോ ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ആ തീ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ ക്രമത്തിനനുസരിച്ചിട്ടാണ് ആ തീ കത്തിക്കുന്നതെങ്കിൽ, അഗ്നിയെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പാചകം ചെയ്യാൻ സാധിക്കും. ഇതേ ഈ പറയുന്ന സൂര്യരശ്മിയിൽ നിന്ന് വരുന്ന സൂര്യപ്രഭയിൽ നിന്ന് നമുക്കറിയാലോ, കോൺവെക്സ് ലെൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന അപ്പോൾ എന്നിലും നിങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഈ തെർമൽ എനർജി, അതായത് ഈ താപ ഊർജം ഫോക്കസ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയാണോ കടലാസിനെ നമ്മൾ കത്തിച്ചത്, അതുപോലെ എങ്ങനെയാണോ ഈ പറയുന്ന ഹീറ്റ് എനർജിയെ നമ്മൾ ഒരു പാത്രത്തിനടിയിലേക്ക് വെച്ചപ്പോൾ ഞാൻ അന്നം പാകം ചെയ്തത്, അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഈ ജീവാത്മാവിൻ്റെ താപോർജത്തെ ഫോക്കസ് ചെയ്ത് പിടിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ശൈലപുത്രി. അപ്പോൾ ശൈലപുത്രി ദേവി യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവിൻ്റെ താപോർജമാണ്, ആ ആത്മശക്തിയുടെ താപോർജമാണ്. ഇനി ആ ആത്മശക്തിയുടെ താപോർജത്തെ പിന്നെ മുൻപോട്ടേക്ക് നയിക്കുന്നത് ശബ്ദശക്തിയാണ്, സൗണ്ട് എനർജിയാണ്. ബ്രഹ്മചാരിണി ദേവിയുടെ രൂപമാണ് നമ്മളത് പറയുക, 2ാമത്തെ ദുർഗ. ഇനി അതേ 2ാമത്തെ ദുർഗ സൗണ്ട് എനർജി നമുക്കറിയാം, അല്ലേ? ക്രിയേഷൻ ഹാപ്പൻസ് ഫ്രം സൗണ്ട്, അല്ലേ? ബൈബിൾ പോലും ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ പറയുന്നത്, അല്ലേ? നമ്മൾ ശബ്ദബ്രഹ്മമാണ് എന്നൊക്കെ നമ്മുടെ ദർശനങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം സൗണ്ട് എനർജിയാണ് ക്രിയേഷൻ്റെ അടുത്ത 2ാമത്തെ ആസ്പെക്റ്റ്, സൃഷ്ടി തത്വത്തിൻ്റെ 2ാമത്തെ ഘടകം. അതിനെ തുടർന്നാണ് ഗതികോർജം ഉണ്ടാവുക. അപ്പം സൃഷ്ടി സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഊർജം ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടണം. അതേ തുടർന്ന് ശബ്ദശക്തിയിലൂടെ ഒരു വിസ്ഫോടനം ഉണ്ടായിട്ടാണ്, ആ വിസ്ഫോടനം ഉണ്ടായാൽ പിന്നെ അതുവരെ നിലനിൽക്കുന്ന പ്രപഞ്ചം ചലിക്കാൻ തുടങ്ങും. ഗതികോർജം, കൈനറ്റിക് എനർജി. അപ്പം അത് മനുഷ്യൻ്റെ കാര്യം എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾക്ക് അമിതമായി ചിന്ത വന്നിരിക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എനർജി ഒരു സ്ഥലത്ത് ഫോക്കസ് ആവും, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻസ്പിറേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്. ആ ഇൻസ്പിറേഷൻ പിന്നെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. അത് വാക്കുകളായി ഞാൻ പുറത്തേക്ക് ആളുകളോട് സംവദിക്കും, അല്ലേ? എന്താണ് നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത, അത് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് ശബ്ദത്തിലൂടെയാണ്. ആ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ പല ഐഡിയാസ്, ഇപ്പം നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇപ്പം ബോസിനോട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ്, ബിസിനസ് ഐഡിയ ആയിരിക്കും ചിലപ്പോൾ അത് ആ കമ്പനിയെ മാറ്റിമറിക്കുന്നത്. അതെങ്ങനെയാ? ഈ പറയുന്ന ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ ആ സൃഷ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശബ്ദത്തിനെ തുടർന്ന് അത്
പുറത്തേക്ക് വരുമ്പോൾ പിന്നെ അത് നിങ്ങളുടെ ആശയത്തെ ഗതികോർജത്തിലേക്ക്, അതായത് അത് ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ തുടങ്ങും, മുൻപോട്ടേക്ക്, കൈനറ്റിക് എനർജി ആയിട്ട്. പിന്നെ ഇത് മുൻപോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വഴി തെറ്റാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? ഗ്രൗണ്ടിങ് വേണം. ആ ഗ്രൗണ്ടിങ് ആണ് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണം. അപ്പൊ ഈ ഗതികോർജം, കൈനറ്റിക് എനർജിയെ നമ്മൾ നവദുർഗയുടെ കൺസെപ്റ്റിൽ നമ്മൾ വിളിക്കുക ചന്ദ്രഘണ്ഠയായിട്ടാണ്. ഇനി ഇതിനെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗതികോർജം, ഇപ്പം നമ്മൾക്കറിയാം, നമ്മളൊരു പിന്നെ സൈക്കിളോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന മോട്ടോർ ബൈക്കോ കാറോ ഇനി എയർക്രാഫ്റ്റോ എന്ത് വേണമെങ്കിലും ഗതിത്വത്തിൽ, അതായത് കൈനറ്റിക് ആയിട്ട് അതിൻ്റെ ചലനം സംഭവിക്കാൻ തുടങ്ങിയാൽ നമ്മൾക്കറിയാം അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അതാണ് ഗ്രൗണ്ടിങ്. അതിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാശത്തിൽ ചെന്ന് കലാശിക്കും. അപ്പം ഈ ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ കൂഷ്മാണ്ഡ. അതുകൊണ്ട് കൂഷ്മാണ്ഡ ഗുരുത്വാകർഷണ ഊർജ്ജമാണ്, ഗ്രാവിറ്റേഷണൽ എനർജി. ഇനി അതേ തുടർന്ന് എന്തുണ്ടാവും? നമുക്ക് കെമിക്കൽ എനർജി ഉണ്ടാവണം. കാരണം എന്താ? ഈ ഗ്രൗണ്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ക്രിയേഷൻ്റെ അടുത്ത ഭാഗമാണ് രാസോർജം. രസങ്ങൾ കൊണ്ടാണ് ഭാവങ്ങൾ ഉണ്ടാക്കുക. നവരസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഉള്ളിൽ രസങ്ങൾ കൊണ്ടാണ് മനസ്സിൻ്റെ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യുക, അല്ലേ? ഈ മനസ്സിൻ്റെ ഭാവങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് രസങ്ങളാണ്. അത് ശരീരശാസ്ത്രം എടുത്താൽ പോലും നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാൻസ് ഒക്കെ ഹോർമോൺസ്, ഈവൻ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും കെമിക്കൽ എനർജി ആയിട്ടാണ്, അല്ലെങ്കിൽ രാസോർജമായിട്ടാണ്. അപ്പം ഇങ്ങനെ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് ഈ കോർഡിനേഷൻ. നെക്സ്റ്റ് എനിക്ക് ഗ്രൗണ്ടിങ് കിട്ടി, ഞാൻ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് വേണ്ടത് എന്താണ്? അതിൻ്റെ ആക്ച്വൽ തലത്തിലേക്കുള്ള വളർച്ചയാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ എനർജിയാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്കന്ദമാത. ആ സ്കന്ദമാതയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന അടുത്ത ദേവത കാത്യായനിയാണ്. അത് ഇലാസ്റ്റിക് എനർജി ആയിട്ട് പറയും. ഇനി അതുപോലെ മുൻപോട്ട് പോയാൽ കാലരാത്രിയെ കാണും, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, വൈദ്യുത കാന്തിക ഊർജം. ഇനി അതിൻ്റെയും അപ്പുറത്ത് പോയാൽ മഹാഗൗരിയെ കാണും, പ്രകാശ ഊർജം, ലൈറ്റ് എനർജി. അതിൻ്റെയും അപ്പുറത്ത് പോയാൽ ആണവോർജമായിട്ട് സിദ്ധിദാത്രിയുടെ രൂപത്തിലും കാണും. അപ്പോൾ ഇത് നമ്മൾ വരുന്ന 9 ദിവസങ്ങളിൽ നമ്മൾ നോക്കും എങ്ങനെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഊർജം, ഈ ശക്തികളെല്ലാം ഒന്നാണെങ്കിലും നമുക്കറിയാം ഇതെല്ലാം ബേസ് എനർജിയാണ്. പക്ഷേ എനർജിയുടെ 9 മാനങ്ങളാണ്. അപ്പോൾ സിദ്ധിദാത്രിയുടെ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അത് ഈ പറയുന്ന പോലെ എനർജി, ഇതെല്ലാം ചെന്ന് അവസാനം ഫോം ആവുന്നത് എനർജിയാണ്. അപ്പോൾ എനർജിയെ തന്നെ നമുക്കറിയാം എന്താ? സൃഷ്ടിക്കുവാനോ സംഭരിക്കുവാനോ കഴിയില്ല. എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യിക്കാൻ സാധിക്കും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശാസ്ത്രം പറയുന്നതെങ്കിൽ എത്രയോ വർഷം മുമ്പേ, പൗരാണിക കാലത്ത് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ അറിവ് അവരുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ ഈ ശാസ്ത്രങ്ങളുടെ ഗൂഢതത്വങ്ങളാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം എന്താണ് ഈ തത്വങ്ങൾക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാധാന്യം? ഈ ശക്തികളാണ് നമ്മുടെ ആത്മാവിനെ സഞ്ചലിതമാക്കുന്നത്. ഈ പറയുന്ന 9 ഡയമെൻഷനാണ് ജീവാത്മാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ആത്മാവിനെ സഞ്ചലിതമാക്കുന്നത്, ഡൈനമിക് ആക്കുന്നത് ഈ 9 ഡയമെൻഷൻസ് ആണ്. നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്ന ആ ബോധമണ്ഡലത്തെ നയിക്കുന്നു, അല്ലേ? അവിടെ 10 ശക്തികൾ നയിക്കുന്നു. ഇവിടെ ജീവാത്മ ചൈതന്യത്തെ, പരമാത്മ ചൈതന്യമാകുന്ന നമ്മുടെ ഹയർ കോൺഷ്യസിനെ 10 ആൾ നയിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയാവബോധജന്യമായ ലോവർ കോൺഷ്യസിനെ ഈ 9 ശക്തികൾ, ആദിപരാശക്തിയുടെ 9 വിവിധ ഭാവങ്ങൾ, രൂപങ്ങൾ. അപ്പോൾ അത് സൗന്ദര്യലഹരിയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. കാരണം ഇവർ രണ്ടും ചേർന്നിരുന്നാൽ മാത്രമേ. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തി ഐക്യരൂപിണി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശൈലപുത്രിയെക്കുറിച്ച് പറയുന്നതിന് മുൻപേ എന്താണ് ഈ, കാരണം ദശമഹാവിദ്യ എന്ത്, അതുപോലെ തന്നെ നവദുർഗ എന്ത് എന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ കാളിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നവദുർഗകളിൽ ആദ്യത്തെ ദേവതയായ ശൈലപുത്രിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരുപാട് നിഗൂഢ അർത്ഥങ്ങളുണ്ട്. കാരണം അവൾ വസിക്കുന്നത് തന്നെ നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. ശൈലപുത്രി മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറയായ മൂലാധാര ചക്രത്തിൽ വസിക്കുന്നവളാണ്. അത് മൂലാധാര ചക്രം എന്താണ്? യഥാർത്ഥത്തിൽ സ്ഥിരത, സുരക്ഷ, അടിസ്ഥാനം എന്നിവയെ നിയന്ത്രിക്കുന്ന ചക്രമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ ശൈലപുത്രി മൂലാധാര ചക്രമാണ് റിലേറ്റ് ചെയ്യുന്നത്. ഭൂമിയുടെ മാതാവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൂലചക്രം, മൂലാധാര ചക്രത്തിൽ
അവിടെ കുണ്ടലിനിയായിട്ട് ആ ഒരു ശക്തി ചൈതന്യമായിട്ട് വസിക്കുന്നു. അവിടെ നിന്ന് അവൾ മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്നാണ് പറയാം. അപ്പോൾ ഇതെന്താ യഥാർത്ഥത്തിൽ അവളുടെ ചിത്രം എടുത്തു നോക്കിയാൽ, അവളുടെ രൂപം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ശക്തിയും ക്ഷമയും. അതായത് കാളയായിട്ടുള്ള ഒരു നന്ദിയാണ് അവളുടെ വാഹനം. അതെന്താ യഥാർത്ഥത്തിൽ? അത് ശക്തിയുടെയും ക്ഷമയുടെയും പ്രതീകമാണ്. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു ത്രിശൂലം കാണാം. അതെന്താ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ള ആ 3 ശക്തികളുടെ സന്തുലനം. ഇപ്പം ശൈലപുത്രിയുടെ ഇടത് കൈയിലുള്ള താമരയും ഏന്തിയിട്ടുണ്ടാവും. അത് വിശുദ്ധിയുടെയും ആത്മീയമായ ഉണർവിനെയും പ്രതീകവൽക്കരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നവരാത്രിയുടെ 1-ാമത് ദിവസം നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഉപാസനയിൽ നമ്മൾ നവഗ്രഹ ജപവും കൂടിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ബോധതലത്തിൻ്റെ ഒരു ഗ്രഹണമാണ്. അത് ഉറച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഗ്രഹം. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗ്യങ്ങളുടെയും ഭാഗ്യദാതാവായ ചന്ദ്രനാണ് ശൈലപുത്രിയുടെ ദിവസം ഭരിക്കുന്നത്. ശൈലപുത്രി ദേവിയാണ് ഈ ചന്ദ്രശക്തി എന്നാണ് യഥാർത്ഥത്തിൽ ഒരു സൂചന. അപ്പോൾ ഈ ആദിശക്തിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ചന്ദ്രനുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പം ഇത് ആ ഉണർവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഉണർവ് എന്ന് പറഞ്ഞാൽ കുണ്ടലിനി, അതായത് ശിവൻ്റെ, നമ്മളിപ്പോൾ സതിയുടെ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിയാൽ തന്നെ പിതാവിൽ നിന്നും ഭർത്താവായ ശിവനിലേക്ക് പരിണമിച്ചത് അല്ലേ? കാരണം സതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മകളായിരുന്നു. ആ അച്ഛൻ്റെ മകളായിരുന്ന അവള് അച്ഛനേക്കാൾ വലുതായ ശിവനിലേക്ക് പരിണമിച്ചതാണ്. അച്ഛനെ ഉപേക്ഷിച്ച് ശിവന്റെ കൂടെ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അവസ്ഥാന്തരം എന്ന തത്വത്തെയാണ് ഇവിടെ നമ്മൾ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവളുടെ ജീവിതം ശക്തിയുടെയും ഉണർവിൻ്റെയും അതിൻ്റെ ഫലമായിട്ട് അവളുടെ പിതാവിൻ്റെ ഇഷ്ടത്തിനുമേൽ ശാക്തീകരണത്തിൻ്റെയും കഥയാണ്. ഇപ്പം നവരാത്രിയുടെ ആദ്യ ദിവസം ഈ പറയുന്ന അല്ലെങ്കിൽ 9 ദിവസങ്ങളുടെ തുടക്കമാണ് ആദ്യ ദിവസം. അതുകൊണ്ട് തന്നെ വളരെ ഐശ്വര്യപ്രദമാണ്. അങ്ങനെ മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം അമ്മയുടെ ഊർജവുമായിട്ട് യഥാർത്ഥത്തിൽ റെസൊണേറ്റ് ചെയ്യും, പ്രതിധ്വനിക്കും. ഇത് നവരാത്രിയുടെ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് അടിത്തറയിടുകയും ആത്മീയമായ അച്ചടക്കത്തിൻ്റെ ആരംഭ ബിന്ദുവാണ് യഥാർത്ഥത്തിൽ ശൈലപുത്രി, അല്ലെങ്കിൽ ആദ്യത്തെ പടി. ഇത് ശക്തിയുടെ ഉണർവ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുടെ ഉണർവ്. ആ ഉണർവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പുരികത്തിന് മധ്യത്തിൽ വസിക്കുന്ന ആ പരമശിവനിലേക്ക് ആ ശക്തി മെല്ലെ ഉയരാൻ തുടങ്ങും. അതിനുള്ള അടിത്തറയാണ്, അതിനുള്ള ഉണർവാണ് യഥാർത്ഥത്തിൽ അവൾ. അപ്പോൾ നമ്മുടെ സാധനയുടെ അടിത്തറ, ഉപാസനയുടെ ഏറ്റവും അടിത്തറയാണ് ശൈലപുത്രി. നമ്മുടെ ആത്മീയ പാതയിലെ നമ്മുടെ യാത്രയെ പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും ഒക്കെ എന്താ? അത് എല്ലാ വശങ്ങളും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം എന്നാണ് നമ്മുടെ പ്രേരണ. അങ്ങനെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥവത്തായ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ സാധനയെ ദിവസം തോറും നമ്മൾ നിലനിർത്തുന്നു അല്ലേ? അത് പ്രചോദനത്തിൻ്റെ ദേവതയായ ശൈലപുത്രിയുടെ കൃപയാണ് യഥാർത്ഥത്തിൽ. അപ്പം ജീവിതത്തിൽ എന്തും നമുക്ക് നിലനിർത്തണമെങ്കിലും മുൻപോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിലും ഈ ചൈതന്യത്തിൻ്റെ കൃപ വേണം. അതുകൊണ്ട് അവളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനും നമ്മുടെ അഹംഭാവത്തെ മറികടക്കാനും ആത്മീയമായി നമ്മളെ തന്നെ ഉയർത്താനുമുള്ള ഊർജം നൽകുന്നതാണ്. അപ്പോൾ കാലത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലും ചുമതലയുള്ള ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് 3 സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നുണ്ട്. അത് പ്രജാപതികൾ, മനുക്കൾ, ഋഷികൾ. അവരിൽ ബ്രഹ്മാവ് പ്രപഞ്ചത്തിൽ ഉത്തമമായ വംശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഉത്തമ വംശത്തെ പ്രചരിപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ പ്രജാപതികളെ സൃഷ്ടിക്കുന്നത്, ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ദക്ഷ പ്രജാപതി എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് ശൈലപുത്രി? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് ശൈലപുത്രി. അപ്പം ശൈലപുത്രി എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ പ്രചോദനമാണ്, പ്രചോദനമായ ആ ഒരു ചൈതന്യമാണ്. കാരണം
സതീദേവിയുടെ ആത്മദഹനത്തിന് തുടർന്ന് ഹിമവാന്റെ പുത്രിയായി ജന്മമെടുക്കുന്നതും ആരാണ്? ഈ പറയുന്ന സതിയാണ്. അതാണ് ശൈലപുത്രി, ശൈലൻ്റെ, പർവ്വതരാജൻ്റെ പുത്രി. ഇപ്പം യഥാർത്ഥത്തിൽ ശൈലപുത്രി ദേവിയെ ആരാധിച്ചാൽ ചന്ദ്രദോഷമൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുക. നവഗ്രഹങ്ങളുടെ ചന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ദൃഷ്ടി. അത് ശൈലപുത്രി യഥാർത്ഥത്തിൽ ചന്ദ്രശക്തിയുടെ ഉറവിടമാണെന്നാണ് പറയുക. അവളെ ആരാധിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രൻ്റെ മനസ്സിൻ്റെ ദോഷകരമായ സ്വാധീനങ്ങളെയൊക്കെ മാറ്റാൻ സാധിക്കും. മനോഹരമായ അവളുടെ ആരാധനാ രൂപങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദേവിയുടെ ഒരുപാട് ഗുണങ്ങൾ, ആ ദേവതയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൃശൂലം എന്താണ്, അത് ഇന്നതാണ്. എന്താണ് അവളുടെ കാള, വാഹനം, നന്ദിയായ കാള. യഥാർത്ഥത്തിൽ എപ്പോഴും ശിവനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നയാളാണ് നന്ദി, അല്ലേ? ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ കണ്ടിട്ടില്ലേ നന്ദിയെ? അപ്പോൾ എപ്പോഴും ശിവനെ നേരിട്ട് നോക്കുന്നത്, അല്ലെ, നേരിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. അതുപോലെ ശൈലപുത്രിയും അവളുടെ ശ്രദ്ധ ഈശ്വരനിലേക്കാണ് തിരിക്കുക. അതുകൊണ്ടാണ് കാള എന്നുള്ളത് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ പറയുന്ന ദൃഢത, നിശ്ചയദാർഢ്യമാണ്. അപ്പോൾ ദേവി നന്ദിയിൽ, അതായത് ശിവനിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദേവതയുടെ വാഹനം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം അവളുടെ ഊർജം ഈ മൂലചക്രത്തിൽ നിന്ന് ശിവൻ വസിക്കുന്ന ആജ്ഞയിലേക്ക് യാത്ര പുറപ്പെടും. അപ്പോൾ അവിടെ നിന്ന് അവൾ നേരെ നോക്കുന്നത് ശിവനെ തന്നെയാണ്. മനസ്സിൻ്റെ ഗുണങ്ങളാണ് അവളുടെ തൃശൂലം. ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവയുടെ പ്രതിനിധിയാണ് തൃശൂലം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതുപോലെ സത്വരജസ്, തമസ്, അങ്ങനെ 3 പ്രകൃതികളുടെ പ്രതീകാത്മകതയാണ്. അങ്ങനെ ഈ 3 പ്രകൃതികളുടെ പ്രതീകാത്മകത കൊണ്ട് ഒരു അമ്മയെ പോലെ ആ തൃശൂലം കൊണ്ട് അവളെ ലോകം മുഴുവനെയും ഉള്ള ഭക്തരെ സംരക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ ദേവിയുടെ 2 ദേവതകളാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ ദിവസത്തെ പരിചയപ്പെടുന്നത്. അതൊന്ന് കാളിയും ഒന്ന് ശൈലപുത്രിയാണ്. കാളി സർവ്വവ്യാപിയായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തെ മുൻപോട്ട് നയിക്കുന്ന ശക്തി. അതിൽ നിന്നാണ് ബോധമണ്ഡലത്തെ എല്ലാ തലത്തിൽ നിന്നും നയിക്കുന്ന മറ്റ് ശക്തികൾ ഉണ്ടാവുന്നത്. അവൾ അരൂപിയായിരിക്കുന്നു. ആ അരൂപത്തിൽ നിന്ന് അവൾ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് വ്യാപിക്കുന്നു. ഈ വ്യാപിച്ചത് ചിന്തകളായി മാറുമ്പോൾ അത് ശരീരത്തിൽ അടിയുറച്ച നിശ്ചയദാർഢ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശൈലപുത്രി ചൈതന്യം മുൻപോട്ട് വീണ്ടും വീണ്ടും നമ്മളെ മുൻപോട്ട് നയിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ദിവസത്തിൽ പറയാനുള്ള തത്വം. ഇതിലും ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ ഈ ക്ലാസ് ഇവിടെ, തത്വത്തിൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എന്നിലും നിങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഈ തെർമൽ എനർജി, അതായത് ഈ താപ ഊർജം ഫോക്കസ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയാണോ കടലാസിനെ നമ്മൾ കത്തിച്ചത്, അതുപോലെ എങ്ങനെയാണോ ഈ പറയുന്ന ഹീറ്റ് എനർജിയെ നമ്മൾ ഒരു പാത്രത്തിനടിയിലേക്ക് വെച്ചപ്പോൾ ഞാൻ അന്നം പാകം ചെയ്തത്, അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഈ ജീവാത്മാവിൻ്റെ താപോർജത്തെ ഫോക്കസ് ചെയ്ത് പിടിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ശൈലപുത്രി. അപ്പോൾ ശൈലപുത്രി ദേവി യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവിൻ്റെ താപോർജമാണ്, ആ ആത്മശക്തിയുടെ താപോർജമാണ്. ഇനി ആ ആത്മശക്തിയുടെ താപോർജത്തെ പിന്നെ മുൻപോട്ടേക്ക് നയിക്കുന്നത് ശബ്ദശക്തിയാണ്, സൗണ്ട് എനർജിയാണ്. ബ്രഹ്മചാരിണി ദേവിയുടെ രൂപമാണ് നമ്മളത് പറയുക, 2ാമത്തെ ദുർഗ. ഇനി അതേ 2ാമത്തെ ദുർഗ സൗണ്ട് എനർജി നമുക്കറിയാം അല്ലേ, ക്രിയേഷൻ ഹാപ്പൻസ് ഫ്രം സൗണ്ട് അല്ലേ. ബൈബിൾ പോലും ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ പറയുന്നത് അല്ലേ, നമ്മൾ ശബ്ദബ്രഹ്മമാണ് എന്നൊക്കെ നമ്മുടെ ദർശനങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം സൗണ്ട് എനർജി ആണ് ക്രിയേഷൻ്റെ അടുത്ത 2ാമത്തെ ആസ്പെക്റ്റ്, സൃഷ്ടി തത്വത്തിൻ്റെ 2ാമത്തെ ഘടകം. അതിനെ തുടർന്നാണ് ഗതികോർജം ഉണ്ടാവുക. അപ്പം സൃഷ്ടി സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഊർജം ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടണം. അതേ തുടർന്ന് ശബ്ദശക്തിയിലൂടെ ഒരു വിസ്ഫോടനം ഉണ്ടായിട്ടാണ്, ആ വിസ്ഫോടനം ഉണ്ടായാൽ പിന്നെ അതുവരെ നിലനിൽക്കുന്ന പ്രപഞ്ചം ചലിക്കാൻ തുടങ്ങും. ഗതികോർജം, കൈനറ്റിക് എനർജി. അപ്പം അത് മനുഷ്യൻ്റെ കാര്യം എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾക്ക് അമിതമായി ചിന്ത വന്നിരിക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എനർജി ഒരു സ്ഥലത്ത് ഫോക്കസ് ആവും, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻസ്പിറേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്.
ആ ഇൻസ്പിറേഷൻ പിന്നെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുക. അത് വാക്കുകളായി ഞാൻ പുറത്തേക്ക് ആളുകളോട് സംവദിക്കും, അല്ലെ? എന്താണ് നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത, അത് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് ശബ്ദത്തിലൂടെയാണ്. ആ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ പല ഐഡിയാസ്, ഇപ്പം നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇപ്പം ബോസിനോട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ്, ബിസിനസ് ഐഡിയ ആയിരിക്കും ചിലപ്പോൾ അത് ആ കമ്പനിയെ മാറ്റിമറിക്കുന്നത്. അതെങ്ങനെയാ? ഈ പറയുന്ന ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ ആ സൃഷ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശബ്ദത്തിനെ തുടർന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ പിന്നെ അത് നിങ്ങളുടെ ആശയത്തെ ഗതികോർജത്തിലേക്ക്, അതായത് അത് ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ തുടങ്ങും, മുൻപോട്ടേക്ക്, കൈനറ്റിക് എനർജി ആയിട്ട്. പിന്നെ ഇത് മുൻപോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വഴി തെറ്റാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? ഗ്രൗണ്ടിങ് വേണം. ആ ഗ്രൗണ്ടിങ് ആണ് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണം. അപ്പൊ ഈ ഗതികോർജം, കൈനറ്റിക് എനർജിയെ നമ്മൾ നവദുർഗയുടെ കൺസെപ്റ്റിൽ നമ്മൾ വിളിക്കുക ചന്ദ്രകണ്ഠയായിട്ടാണ്. ഇനി ഇതിനെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗതികോർജം, ഇപ്പം നമ്മൾക്കറിയാം, നമ്മളൊരു പിന്നെ സൈക്കിളോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന മോട്ടോർ ബൈക്കോ കാറോ ഇനി എയർക്രാഫ്റ്റോ എന്ത് വേണമെങ്കിലും ഗതിത്വത്തിൽ, അതായത് കൈനറ്റിക് ആയിട്ട് അതിൻ്റെ ചലനം സംഭവിക്കാൻ തുടങ്ങിയാൽ നമ്മൾക്കറിയാം അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അതാണ് ഗ്രൗണ്ടിങ്. അതിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാശത്തിൽ ചെന്ന് കലാശിക്കും. അപ്പം ഈ ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ കൂഷ്മാണ്ഡ. അതുകൊണ്ട് കൂഷ്മാണ്ഡ ഗുരുത്വാകർഷണ ഊർജ്ജമാണ്, ഗ്രാവിറ്റേഷണൽ എനർജി. ഇനി അതേ തുടർന്ന് എന്തുണ്ടാവും? നമുക്ക് കെമിക്കൽ എനർജി ഉണ്ടാവണം. കാരണം എന്താ? ഈ ഗ്രൗണ്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ക്രിയേഷൻ്റെ അടുത്ത ഭാഗമാണ് രാസോർജം. രസങ്ങൾ കൊണ്ടാണ് ഭാവങ്ങൾ ഉണ്ടാക്കുക. നവരസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഉള്ളിൽ രസങ്ങൾ കൊണ്ടാണ് മനസ്സിൻ്റെ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യുക, അല്ലേ? ഈ മനസ്സിൻ്റെ ഭാവങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് രസങ്ങളാണ്. അത് ശരീരശാസ്ത്രം എടുത്താൽ പോലും നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാൻസ് ഒക്കെ ഹോർമോൺസ്, ഈവൻ ബ്രെയിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും കെമിക്കൽ എനർജി ആയിട്ടാണ്, അല്ലെങ്കിൽ രാസോർജമായിട്ടാണ്. അപ്പം ഇങ്ങനെ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് ഈ കോർഡിനേഷൻ. നെക്സ്റ്റ് എനിക്ക് ഗ്രൗണ്ടിങ് കിട്ടി, ഞാൻ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പം പിന്നെ എനിക്ക് വേണ്ടത് എന്താണ്? അതിൻ്റെ ആക്ച്വൽ തലത്തിലേക്കുള്ള വളർച്ചയാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ എനർജിയാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്കന്ദമാത. ആ സ്കന്ദമാതയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന അടുത്ത ദേവത കാത്യായനിയാണ്. അത് ഇലാസ്റ്റിക് എനർജി ആയിട്ട് പറയും. ഇനി അതുപോലെ മുൻപോട്ട് പോയാൽ കാലരാത്രിയെ കാണും, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, വൈദ്യുത കാന്തിക ഊർജം. ഇനി അതിൻ്റെയും അപ്പുറത്ത് പോയാൽ മഹാഗൗരിയെ കാണും, പ്രകാശ ഊർജം, ലൈറ്റ് എനർജി. അതിൻ്റെയും അപ്പുറത്ത് പോയാൽ ആണവോർജമായിട്ട് സിദ്ധിദാത്രിയുടെ രൂപത്തിലും കാണും. അപ്പോൾ ഇത് നമ്മൾ വരുന്ന 9 ദിവസങ്ങളിൽ നമ്മൾ നോക്കും എങ്ങനെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഊർജം, ഈ ശക്തികളെല്ലാം ഒന്നാണെങ്കിലും നമുക്കറിയാം ഇതെല്ലാം ബേസ് എനർജിയാണ്. പക്ഷേ എനർജിയുടെ 9 മാനങ്ങളാണ്. അപ്പോൾ സിദ്ധിദാത്രിയുടെ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അത് ഈ പറയുന്ന പോലെ എനർജി, ഇതെല്ലാം ചെന്ന് അവസാനം ഫോം ആവുന്നത് എനർജിയാണ്. അപ്പോൾ എനർജിയെ തന്നെ നമുക്കറിയാം എന്താ? സൃഷ്ടിക്കുവാനോ സംഭരിക്കുവാനോ കഴിയില്ല. എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യിക്കാൻ സാധിക്കും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശാസ്ത്രം പറയുന്നതെങ്കിൽ എത്രയോ വർഷം മുമ്പേ, പൗരാണിക കാലത്ത് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ അറിവ് അവരുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ ഈ ശാസ്ത്രങ്ങളുടെ ഗൂഢതത്വങ്ങളാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ തത്വങ്ങൾക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാധാന്യം? ഈ ശക്തികളാണ് നമ്മുടെ ആത്മാവിനെ സഞ്ചലിതമാക്കുന്നത്. ഈ പറയുന്ന 9 ഡയമെൻഷനാണ് ജീവാത്മാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ആത്മാവിനെ സഞ്ചലിതമാക്കുന്നത്, ഡൈനമിക് ആക്കുന്നത് ഈ 9 ഡയമെൻഷൻസ് ആണ്. നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്ന ആ ബോധമണ്ഡലത്തെ നയിക്കുന്നു, അല്ലേ? അവിടെ 10 ശക്തികൾ നയിക്കുന്നു. ഇവിടെ ജീവാത്മ ചൈതന്യത്തെ, പരമാത്മ ചൈതന്യമാകുന്ന നമ്മുടെ ഹയർ കോൺഷ്യസിനെ 10 ആൾ നയിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയാവബോധജന്യമായ ലോവർ കോൺഷ്യസിനെ ഈ 9 ശക്തികൾ, ആദിപരാശക്തിയുടെ 9 വിവിധ ഭാവങ്ങൾ, രൂപങ്ങൾ. അപ്പോൾ അത് സൗന്ദര്യലഹരിയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. കാരണം ഇവർ രണ്ടും ചേർന്നിരുന്നാൽ മാത്രമേ. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തി ഐക്യരൂപിണി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശൈലപുത്രിയെക്കുറിച്ച് പറയുന്നതിന് മുൻപേ എന്താണ് ഈ, കാരണം ദശമഹാവിദ്യ എന്ത്, അതുപോലെ തന്നെ നവദുർഗ എന്ത് എന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ കാളിയെക്കുറിച്ച് മനസ്സിലാക്കി.
ഇനി നവദുർഗകളിൽ ആദ്യത്തെ ദേവതയായ ശൈലപുത്രിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരുപാട് നിഗൂഢ അർത്ഥങ്ങളുണ്ട്. കാരണം അവൾ വസിക്കുന്നത് തന്നെ നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. ശൈലപുത്രി മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറയായ മൂലാധാര ചക്രത്തിൽ വസിക്കുന്നവളാണ്. അത് മൂലാധാര ചക്രം എന്താണ്? യഥാർത്ഥത്തിൽ സ്ഥിരത, സുരക്ഷ, അടിസ്ഥാനം എന്നിവയെ നിയന്ത്രിക്കുന്ന ചക്രമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ ശൈലപുത്രി മൂലാധാര ചക്രമാണ് റിലേറ്റ് ചെയ്യുന്നത്. ഭൂമിയുടെ മാതാവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൂലചക്രം, മൂലാധാര ചക്രത്തിൽ അവിടെ കുണ്ടലിനിയായിട്ട് ആ ഒരു ശക്തി ചൈതന്യമായിട്ട് വസിക്കുന്നു. അവിടെ നിന്ന് അവൾ മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്നാണ് പറയാം. അപ്പോൾ ഇതെന്താ യഥാർത്ഥത്തിൽ? അവളുടെ ചിത്രം എടുത്തു നോക്കിയാൽ, അവളുടെ രൂപം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ശക്തിയും ക്ഷമയും. അതായത് കാളയായിട്ടുള്ള ഒരു നന്ദിയാണ് അവളുടെ വാഹനം. അതെന്താ യഥാർത്ഥത്തിൽ? അത് ശക്തിയുടെയും ക്ഷമയുടെയും പ്രതീകമാണ്. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു ത്രിശൂലം കാണാം. അതെന്താ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ള ആ 3 ശക്തികളുടെ സന്തുലനം. ഇപ്പം ശൈലപുത്രിയുടെ ഇടത് കയ്യിലുള്ള താമരയും ഏന്തിയിട്ടുണ്ടാവും. അത് വിശുദ്ധിയുടെയും ആത്മീയമായ ഉണർവിനെയും പ്രതീകവൽക്കരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നവരാത്രിയുടെ 1ാമത് ദിവസം നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഉപാസനയിൽ നമ്മൾ നവഗ്രഹ ജപവും കൂടിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ബോധതലത്തിൻ്റെ ഒരു ഗ്രഹണമാണ്. അത് ഉറച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഗ്രഹം. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗ്യങ്ങളുടെയും ഭാഗ്യദാതാവായ ചന്ദ്രനാണ് ശൈലപുത്രിയുടെ ദിവസം ഭരിക്കുന്നത്. ശൈലപുത്രി ദേവിയാണ് ഈ ചന്ദ്രശക്തി എന്നാണ് യഥാർത്ഥത്തിൽ ഒരു സൂചന. അപ്പോൾ ഈ ആദിശക്തിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ചന്ദ്രനുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പം ഇത് ആ ഉണർവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഉണർവ് എന്ന് പറഞ്ഞാൽ കുണ്ടലിനി, അതായത് ശിവൻ്റെ, നമ്മളിപ്പോൾ സതിയുടെ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിയാൽ തന്നെ പിതാവിൽ നിന്നും ഭർത്താവായ ശിവനിലേക്ക് പരിണമിച്ചത് അല്ലേ? കാരണം സതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മകളായിരുന്നു. ആ അച്ഛൻ്റെ മകളായിരുന്ന അവള് അച്ഛനേക്കാൾ വലുതായ ശിവനിലേക്ക് പരിണമിച്ചതാണ്. അച്ഛനെ ഉപേക്ഷിച്ച് ശിവന്റെ കൂടെ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അവസ്ഥാന്തരം എന്ന തത്വത്തെയാണ് ഇവിടെ നമ്മൾ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവളുടെ ജീവിതം ശക്തിയുടെയും ഉണർവിൻ്റെയും അതിൻ്റെ ഫലമായിട്ട് അവളുടെ പിതാവിൻ്റെ ഇഷ്ടത്തിനുമേൽ ശാക്തീകരണത്തിൻ്റെയും കഥയാണ്. ഇപ്പം നവരാത്രിയുടെ ആദ്യ ദിവസം ഈ പറയുന്ന അല്ലെങ്കിൽ 9 ദിവസങ്ങളുടെ തുടക്കമാണ് ആദ്യ ദിവസം. അതുകൊണ്ട് തന്നെ വളരെ ഐശ്വര്യപ്രദമാണ്. അങ്ങനെ മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം അമ്മയുടെ ഊർജവുമായിട്ട് യഥാർത്ഥത്തിൽ റെസൊണേറ്റ് ചെയ്യും, പ്രതിധ്വനിക്കും. ഇത് നവരാത്രിയുടെ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് അടിത്തറയിടുകയും ആത്മീയമായ അച്ചടക്കത്തിൻ്റെ ആരംഭ ബിന്ദുവാണ് യഥാർത്ഥത്തിൽ ശൈലപുത്രി, അല്ലെങ്കിൽ ആദ്യത്തെ പടി. ഇത് ശക്തിയുടെ ഉണർവ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുടെ ഉണർവ്. ആ ഉണർവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പുരികത്തിന് മധ്യത്തിൽ വസിക്കുന്ന ആ പരമശിവനിലേക്ക് ആ ശക്തി മെല്ലെ ഉയരാൻ തുടങ്ങും. അതിനുള്ള അടിത്തറയാണ്, അതിനുള്ള ഉണർവാണ് യഥാർത്ഥത്തിൽ അവൾ. അപ്പോൾ നമ്മുടെ സാധനയുടെ അടിത്തറ, ഉപാസനയുടെ ഏറ്റവും അടിത്തറയാണ് ശൈലപുത്രി. നമ്മുടെ ആത്മീയ പാതയിലെ നമ്മുടെ യാത്രയെ പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും ഒക്കെ എന്താ? അത് എല്ലാ വശങ്ങളും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം എന്നാണ് നമ്മുടെ പ്രേരണ. അങ്ങനെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥവത്തായ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ സാധനയെ ദിവസം തോറും നമ്മൾ നിലനിർത്തുന്നു അല്ലേ? അത് പ്രചോദനത്തിൻ്റെ ദേവതയായ ശൈലപുത്രിയുടെ കൃപയാണ് യഥാർത്ഥത്തിൽ. അപ്പം ജീവിതത്തിൽ എന്തും നമുക്ക് നിലനിർത്തണമെങ്കിലും മുൻപോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിലും ഈ ചൈതന്യത്തിൻ്റെ കൃപ വേണം. അതുകൊണ്ട് അവളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനും നമ്മുടെ അഹംഭാവത്തെ മറികടക്കാനും ആത്മീയമായി നമ്മളെ തന്നെ ഉയർത്താനുമുള്ള ഊർജം നൽകുന്നതാണ്. അപ്പോൾ കാലത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലും ചുമതലയുള്ള ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് 3 സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നുണ്ട്. അത് പ്രജാപതികൾ, മനുക്കൾ, ഋഷികൾ. അവരിൽ ബ്രഹ്മാവ് പ്രപഞ്ചത്തിൽ ഉത്തമമായ വംശത്തിൻ്റെ
അല്ലെങ്കിൽ ആ ഉത്തമ വംശത്തെ പ്രചരിപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ പ്രജാപതികളെ സൃഷ്ടിക്കുന്നത്, ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ദക്ഷ പ്രജാപതി എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് ശൈലപുത്രി? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് ശൈലപുത്രി. അപ്പം ശൈലപുത്രി എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ പ്രചോദനമാണ്, പ്രചോദനമായ ആ ഒരു ചൈതന്യമാണ്. കാരണം സതീദേവിയുടെ ആത്മദഹനത്തിന് തുടർന്ന് ഹിമവാന്റെ പുത്രിയായി ജന്മമെടുക്കുന്നതും ആരാണ്? ഈ പറയുന്ന സതിയാണ്. അതാണ് ശൈലപുത്രി, ശൈലൻ്റെ, പർവ്വതരാജൻ്റെ പുത്രി. അപ്പം യഥാർത്ഥത്തിൽ ശൈലപുത്രി ദേവിയെ ആരാധിച്ചാൽ ചന്ദ്രദോഷമൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുക. നവഗ്രഹങ്ങളുടെ ചന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ദൃഷ്ടി, അത് ശൈലപുത്രി യഥാർത്ഥത്തിൽ ചന്ദ്രശക്തിയുടെ ഉറവിടമാണെന്നാണ് പറയാം. അവളെ ആരാധിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രൻ്റെ മനസ്സിൻ്റെ ദോഷകരമായ സ്വാധീനങ്ങളെയൊക്കെ മാറ്റാൻ സാധിക്കും. മനോഹരമായ അവളുടെ ആരാധനാ രൂപങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദേവിയുടെ ഒരുപാട് ഗുണങ്ങൾ, ആ ദേവതയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ത്രശൂലം എന്താണ്, അത് ഇന്നതാണ്. എന്താണ് അവളുടെ കാള, വാഹനം, നന്ദിയായ കാള? യഥാർത്ഥത്തിൽ എപ്പോഴും ശിവനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നയാളാണ് നന്ദി, അല്ലേ? ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ കണ്ടിട്ടില്ലേ നന്ദിയെ? അപ്പോൾ എപ്പോഴും ശിവനെ നേരിട്ട് നോക്കുന്നത്, അല്ലെ, നേരിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. അതുപോലെ ശൈലപുത്രിയും അവളുടെ ശ്രദ്ധ ഈശ്വരനിലേക്കാണ് തിരിക്കുക. അതുകൊണ്ടാണ് കാള എന്നുള്ളത് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ പറയുന്ന ദൃഢത, നിശ്ചയദാർഢ്യമാണ്. അപ്പോൾ ദേവി നന്ദിയിൽ, അതായത് ശിവനിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദേവതയുടെ വാഹനം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം അവളുടെ ഊർജം ഈ മൂലചക്രത്തിൽ നിന്ന് ശിവൻ വസിക്കുന്ന ആജ്ഞയിലേക്ക് യാത്ര പുറപ്പെടും. അപ്പോൾ അവിടെ നിന്ന് അവൾ നേരെ നോക്കുന്നത് ശിവനെ തന്നെയാണ്. മനസ്സിൻ്റെ ഗുണങ്ങളാണ് അവളുടെ ത്രിശൂലം. ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവയുടെ പ്രതിനിധിയാണ് ത്രിശൂലം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതുപോലെ സത്വരജസ്, തമസ്, അങ്ങനെ 3 പ്രകൃതികളുടെ പ്രതീകാത്മകതയാണ്. അങ്ങനെ ഈ 3 പ്രകൃതികളുടെ പ്രതീകാത്മകത കൊണ്ട് ഒരു അമ്മയെ പോലെ ആ ത്രിശൂലം കൊണ്ട് അവളെ ലോകം മുഴുവനെയും ഉള്ള ഭക്തരെ സംരക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ ദേവിയുടെ 2 ദേവതകളാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ ദിവസത്തെ പരിചയപ്പെടുന്നത്. അതൊന്ന് കാളിയും ഒന്ന് ശൈലപുത്രിയാണ്. കാളി സർവ്വവ്യാപിയായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തെ മുൻപോട്ട് നയിക്കുന്ന ശക്തി. അതിൽ നിന്നാണ് ബോധമണ്ഡലത്തെ എല്ലാ തലത്തിൽ നിന്നും നയിക്കുന്ന മറ്റ് ശക്തികൾ ഉണ്ടാവുന്നത്. അവൾ അരൂപിയായിരിക്കുന്നു. ആ രൂപത്തിൽ നിന്ന് അവൾ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് വ്യാപിക്കുന്നു. ഈ വ്യാപിച്ചത് ചിന്തകളായി മാറുമ്പോൾ അത് ശരീരത്തിൽ അടിയുറച്ച നിശ്ചയദാർഢ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശൈലപുത്രി ചൈതന്യം മുൻപോട്ട് വീണ്ടും വീണ്ടും നമ്മളെ മുൻപോട്ട് നയിക്കുന്നു. അപ്പം ഇതാണ് നമുക്ക് ഒന്നാമത്തെ ദിവസത്തിൽ പറയാനുള്ള തത്വം. ഇതിലും ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞു പോവാം. അപ്പം ഇന്ന് തൽക്കാലം നമ്മൾ ഈ ക്ലാസ് ഇവിടെ, തത്വത്തിൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.